ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. യൂദായുടെ ലേഖനം 14:15 തിരുവെടുത്താണ് വായിച്ചത്. ആദാം മുതൽ ഏഴാമനായ ഹനോക്കും ഇവരെ കുറിച്ച് കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അപകൃതിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായി സകല പ്രവൃത്തികളും നിമിത്തവും ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ദൈവത്തിന്റെ മഹത്വം. വളരെ പരിചിതമായ വാക്യമാണ്. വേദപുസ്തകത്തിലെ 66 പുസ്തകം. അവിടെ ആൾക്കാർ നിൽക്കുന്ന കസേരയില്ലായിരിക്കും ഇതെന്ന് പറയുമ്പോൾ അതുങ്ങൾ വേണേ പോകും. അതെ. അപ്പോൾ വേദപുസ്തകത്തിലെ 66 പുസ്തകം, ആ 66 പുസ്തകത്തിലെ 65ാമത്തെ പുസ്തകമാണ് യൂദയുടെ ലേഖനം. വിശേഷിച്ച് 21 ലേഖനങ്ങളിൽ ഒടുവിലത്തെ ലേഖനം. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങളാണ്. അപ്പൊ ലേഖനങ്ങളിൽ ഒടുവിലത്തെ ലേഖനവും 66 പുസ്തകത്തിൽ 65ാമത്തെ പുസ്തകവും വളരെ ഈടുറ്റ ഒരു പുസ്തകമാണ് യൂദയുടെ ലേഖനം. അല്ല, ഇതുപോലൊരു പുസ്തകം ഉലകത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല, ഉണ്ടാക്കാൻ ഒക്കുകയില്ല. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരു പുസ്തകം ഉണ്ടാക്കിയാൽ കൊള്ളാന്ന്, പക്ഷെ ഒക്കുകയില്ല. കാരണം ഇത് ദൈവത്തിന്റെ വചനമാണ്. ഏതാണ്ട് 10-40 എഴുത്തുകാര് തമ്മിൽ കാണാതെ മിക്കവരും തമ്മിൽ കണ്ടിട്ട് പോലുമില്ല. പല രാജ്യങ്ങളിൽ ഇരുന്നാണ് ഇത് എഴുതിയത്. ഇന്നത്തെ പോലെ ഈ വാർത്താവിനിമയ സാധ്യതകളോ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം പെട്ടെന്ന് വിളിക്കാനോ എടുക്കാനോ ഒന്നും ഒക്കത്തില്ല. ഇപ്പൊ നമ്മൾ കണ്ടോണ്ടാ ഹായ് ഞാൻ ലേഖനം എഴുതില്ല, അപ്പൊ അവിടെ നിന്ന് പറയാം ഞാനും മിഞ്ഞാന്ന് പോലെ പറഞ്ഞ എഴുതിക്കൊണ്ടിരിക്കുക. ഇയാൾ ഇവിടെ എഴുതിയത്, ഞാൻ എഴുതിയത് പരുവക്കാടിന്റെ കാര്യം എഴുതിക്കൊണ്ടിരിക്കുക. അപ്പം മറ്റേ പുള്ളി പറയാം ഞാൻ പരുവിന്റെ കാര്യമാ. അങ്ങനെ ആണല്ലോ ഇപ്പം. ഇത് അന്ന് ഇങ്ങനെയുള്ള സാധ്യതകളൊന്നുമില്ല. ഒരാളെ കണ്ടിട്ടുമില്ല, അടുത്ത് എന്നിട്ടുമില്ല. അത് പല കാലം ഏതാണ്ട് 1600 കൊല്ലം കൊണ്ടായി 66 പുസ്തകം എഴുതിയത് അല്ലേ? അതിന് വില വിളിക്കാന്നോ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോ വിളിക്കാന്നോ എന്തിനോ ഒന്ന് വില വിളിക്കുക. അപ്പോൾ ഏതാണ്ട് 1600 കൊല്ലത്തിനിടയിലാ ഈ 66 പുസ്തകം എഴുതി തീർത്തത്. ഏതാണ്ട് 10-40 എഴുത്തുകാർ. ഇവര് പലരും പല കാലങ്ങളിൽ ജീവിച്ചിടുന്നവരാ, തമ്മിൽ കണ്ടിട്ടില്ല. രാജാക്കന്മാര് ഇതിനകത്ത് പുസ്തകം എഴുതിയിട്ടുണ്ട്, മീൻപിടുത്തക്കാരും എഴുതിയിട്ടുണ്ട്, കാടത്തിപ്പുറം പെറുക്കി നടന്നയാളും എഴുതിയിട്ടുണ്ട്, സംഗീത നൈപുണ്യമുള്ളവർ ഈ പുസ്തകം എഴുതിയിട്ടുണ്ട്. രാജാക്കന്മാര് പലരും ഈ പുസ്തകം എഴുതി തീർത്തിട്ടുണ്ട്. ന്യായാധിപനും പ്രവാചകന്മാരും കൂടെ ചേർന്ന് ഉള്ള ശുശ്രൂഷ ചെയ്തവർ ഈ പുസ്തകം എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ മഹത്വം. ശാസ്ത്രി പട്ടം കിട്ടിയവരും ഈ പുസ്തകം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും പെട്ടവരെ കൊണ്ട് ഈ പുസ്തകം ദൈവം തമ്പുരാൻ എഴുതിപ്പിച്ചത്. ഇതുപോലെ ഒരു പുസ്തകം ഉണ്ടായിട്ടില്ല. മറ്റു പുസ്തകങ്ങളൊക്കെ ഓരോരുത്തരും അങ്ങ് എഴുതുക. പിന്നെ ചിലര് എഴുതുന്നത് ഒക്കാഴ്ച കൊണ്ടാണോ ശരിയാകാത്തത് കൊണ്ടാണോ വേറെ ആൾക്കാർ പറയുന്നതായിട്ടാ എഴുതിയിരിക്കുന്നത്. നമ്മള് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം. നിങ്ങളുടെ അത്ര പഠിത്തമൊന്നുമില്ല, എഴുതിപ്പ് കാണുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കുക. അപ്പം എന്നാൽ നമ്മള് പഠിച്ചിട്ടുണ്ടല്ലോ, തത്തയെ കൊണ്ടൊക്കെ പറയിച്ചു. ചെഞ്ചോല കിളിപ്പെണ്ണെ ചെഞ്ചമ്മയും വരിക നീ എന്തോ ഒരു വിശേഷങ്ങൾ പറവാൻ ഉണ്ട് തത്തയാ കാര്യം പറയുന്നത്. അഥവാ തട്ട് കിട്ടിയാലും തത്തയ്ക്ക് കിട്ടത്ത ശാരിക പൈതല് എന്നൊക്കെ പറഞ്ഞ് ഈ ഇല്ലാത്ത കാര്യം കൊണ്ടെന്നെഴുതിയാൽ അറം പറ്റുവന്ന. അപ്പൊ അങ്ങനെ അറം പറ്റിയെന്നൊക്കെ ചിലരെ പറ്റി, ചില കവികളെ പറ്റിയൊക്കെ ചിലര് സ്ഥാപിക്കുന്നത്. മാണ്ടൻ നായയുടെ വലിയൊരു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. അടുത്ത വരി ഞാൻ പറഞ്ഞു, പഠിച്ചവര് പറ. പണ്ടിവനൊരുതാ പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചത് ഞാൻ. മാണ്ടൻ നായർ പുലിക്കെട്ട് കടിച്ച പുള്ളി അത് കണ്ടെന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അറം പറ്റുമെന്നാണ്.
ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, പൊതുയോഗമായതുകൊണ്ട്. ഇത് അറം പറ്റുന്ന ഒരു കാര്യം എഴുതിയിട്ടില്ല. ഇത് കൃത്യത്തിനാണ് എഴുതി വെച്ചേക്കുന്നത്. ഇല്ലാവചനം ഒന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല. ആകാശവും ഭൂമിയൊക്കെ മാറിപ്പോയാലും ദൈവത്തിന്റെ വചനത്തിന് വള്ളിക്കും പുള്ളിക്കും മാറ്റം വരില്ല. ആകാശം ഭൂമിയും ആകെ ഓടിഞ്ഞാലും ആയവൻ വാക്കിനു ഭേദമില്ല. ആകാശം ഭൂമിയും ആകെ ഓടിഞ്ഞാലും ആയവൻ വാക്കിനു ഭേദമില്ല. ഓ എന്നെ വിളിച്ചവൻ എന്നെ രക്ഷിച്ചവൻ എന്നാണു എന്നോടു കൂടെയുണ്ട്. ഓ എന്നെ വിളിച്ചവൻ എന്നെ രക്ഷിച്ചവൻ എന്നാണു എന്നോടു കൂടെയുണ്ട്. കരമുയർത്തി ദൈവത്തെ ബന്ധപ്പെടുത്താം. ഭൂമിയൊക്കെ മാറിപ്പോകും. വെളിപ്പാട് പുസ്തകത്തിൽ വിഷയം വേറെയാണെങ്കിൽ ചുരുട്ടും പോലെ പോകുമെന്ന, എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് വള്ളിക്കും പുള്ളിക്കും മാറ്റം തരിക. കാരണം ഇത് പല 40 എഴുത്തുകാരെ 1600 കൊല്ലം കൊണ്ട് പലയിടങ്ങളിൽ പല രാജ്യങ്ങളിൽ ഒക്കെ എഴുതിയാണെങ്കിൽ എഴുതിപ്പിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ദൈവാത്മ നിയോഗത്താൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നിയോഗത്താൽ എഴുതിയത് കൊണ്ട് ഇത് മുഴുവൻ ബന്ധപ്പെട്ടായിരിക്കുന്നത്. അല്ല, ഉൽപ്പത്തിയിൽ ഒരു കാര്യം പറഞ്ഞേച്ച് വെളിപ്പാടി വന്നപ്പോൾ അത് തിരുത്തേണ്ട കാര്യമില്ല. അത് പുള്ളി ഓർക്കാതെ നാട്ടിൽ കയറി പറഞ്ഞ വെട്ടിയാക്കാം, അങ്ങനൊന്നുമില്ല. ഉൽപ്പത്തി പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ. സ്തോത്രം, അങ്ങനെ തന്നെയാ. ഉൽപ്പത്തി പുസ്തകത്തിൽ ജീവന്റെ വൃക്ഷത്തെ പറ്റി പറഞ്ഞു. വെളിപ്പാട് വന്നപ്പോൾ അതുണ്ട്. ആ പുള്ളി ഓർക്കാപ്പുറത്ത് കണ്ട് വൃക്ഷത്തിന്റെ പേര് മാറിയതാ. 1700 വർഷം കഴിഞ്ഞപ്പോഴും കൃത്യത്തിന് അത് അങ്ങനെ തന്നെയാണ്. ദൈവത്തിന്റെ ഭാഗത്താണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു ദൈവത്തെ പറ്റി പറഞ്ഞു. ആ 66ാമത്തെ പുസ്തകത്തിൽ വന്നപ്പോൾ ഒറ്റ ദൈവമാ, ഇടയ്ക്ക് വേറെ ആൾക്കാർ ചാടി കയറിയില്ലെന്നുള്ളതാണ്. എന്നാ എനിക്ക് ഞാൻ 3-4 പേരെ കൂടെ നമുക്ക് കയറ്റിയേക്കാം. അല്ലല്ല, ഒറ്റ ദൈവത്തെ പറ്റി ആ ഉൽപ്പത്തി പറഞ്ഞിട്ട് ആദ്യം ദൈവം, ആ ദൈവത്തെ പറ്റി തന്നെ ഒടുവിൽ വെളിപ്പാടിലും പറഞ്ഞേക്കുന്നത്. അതിൽ പറുദീസിൽ ശത്രുഗണം ഘോഷിപ്പാൻ കൊണ്ടു അപ്പോൾ തിരുത്തേണ്ട ഗതികളൊന്നും ഈ പുസ്തകത്തിന് വന്നില്ലെന്നുള്ളതാണ്. മണ്ണ് കൊണ്ട് കയ്യോ മനുഷ്യനെ സൃഷ്ടിച്ചെന്ന ഉൽപ്പത്തി അത് വെളിപ്പാട് പുസ്തകത്തിനോട് അങ്ങനെ തന്നെ. ആ പുള്ളി അന്നേരത്തെ ഉണർവിന് കയറി പറഞ്ഞത് അങ്ങനൊന്നും അല്ല സൃഷ്ടിച്ചത്. തിരുത്തേണ്ട ഗതികേട് പുസ്തകത്തിന് ഇതുപോലൊരു പുസ്തകം വേറെ ഇല്ല. ഞാൻ എപ്പോഴും പറയും, പുസ്തകമൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇപ്പൊ ഞങ്ങളുടെ ഇടയിൽ ഉപദേശമാർക്ക് പുസ്തകം ഇങ്ങനെ കൊണ്ടുപോകുന്നത് തന്നെ ഔട്ട് ഓഫ് ഫാഷന്. ഇല്ല, കുന്തം കയ്യിലിരിക്കുക. എന്തോ കുന്തം എന്ന് പറയാനൊക്കെ ഹരിയാറ് കിടന്ന് കുഴയുക. ഇപ്പോൾ പാസ്റ്റർ ഡോക്ടർ റോറൻ ബ്ലസൻ മുമ്പോട്ട് വന്ന് 45 ബ്ലസന്റെ ഒരു കുന്ത വരും. പണ്ടാം വന്ന് കുത്തുക തോണ്ടിട്ട് നാളെ ബ്ലസൻ വന്ന് തോണ്ടിയിട്ട് ഇറങ്ങി വരുന്നില്ല. 45 തോണ്ടിയത്. അതിലെ എന്തോ അതിന് പറയുന്നത് ഹാങ്ങോ, അവന് ഹാങ്ങാ. എന്നാൽ എന്നേക്കാൾ സീനിയറായ ദൈവദാസന്മാരിരിക്കെ ചെയ്യുന്ന ഞാൻ പറയാം, ഒരു ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ വേറെ പുസ്തകം എടുക്കുന്ന യോഗ്യത, അതാ യോഗ്യത. അപ്പൊ ഈ പുസ്തകം എടുക്കേണ്ടതുപോലെ എടുത്തവർക്കാർക്കും ഒരു കുഴപ്പം വന്നിട്ടില്ല. ഇങ്ങനെ കൊണ്ടുപോകുന്ന വളരെ ഭാഗ്യമാണ്. ഞായറാഴ്ച ഇതെല്ലാം പിടിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഇവര്. പിന്നെ പണ്ട് ഒരാൾ പുസ്തകം കൊണ്ടുപോയത് ഞാൻ എപ്പോഴും പറയാറുള്ളതാ, പുള്ളി ഇങ്ങനെ ഒന്നും പിടിച്ചോണ്ടല്ല പോയത്. പിന്നെ എങ്ങനെയാ
തലേ ചുമയല്ലെന്ന്. ഉണ്ടിൽ പതിഞ്ഞ പതിയും മുഖ്യമായ പുസ്തകമും മുണ്ടിൽ പതിഞ്ഞ പതിയും മുഖ്യമായ പുസ്തകമും മുണ്ടിൽ പതിഞ്ഞ പതിയും മുഖ്യമായ പുസ്തകമും രണ്ടും കൂടി കക്ഷത്തിങ്കൽ ഇടുക്കിക്കൊണ്ട് രണ്ടും കൂടി കക്ഷത്തിങ്കൽ. അപ്പൊ അത് രണ്ടും പുള്ളി എങ്ങനെയാ കൊണ്ടുപോയെന്ന് വാര്യർ എഴുതി വെച്ചിരിക്കുക. ഇത് അങ്ങനെ കൊണ്ടുപോകേണ്ട പുസ്തകമല്ല. എന്നാൽ നമ്മുടെ ചില ആൾക്കാർ അങ്ങനെ കൊണ്ടുപോവുകയും ചില സ്ഥലങ്ങളിലൊക്കെ പമ്മി നിൽക്കുന്നതും അല്പാത്ര പറയുന്നു. അങ്ങനെ കൊണ്ടുപോകേണ്ട പുസ്തകം അല്ല. ഇത് മാറോട് ചേർത്ത് വെക്കേണ്ട പുസ്തകമാണ്. ഇതുപോലൊരു പുസ്തകം വേറെ ഇല്ല. അതെ, ഞാൻ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകും. ഇന്ന് രാത്രി എടുത്ത വാക്യത്തോടും കൂറ് പുലർത്തണം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 66 പുസ്തകത്തിൽ ഈ 65ാമത്തെ പുസ്തകമാണ് യൂദയുടെ ലേഖനം. ലേഖനങ്ങളിൽ ഒടുവിലത്തെ ലേഖനവും വളരെ ഈടുത്തൊരു പുസ്തകമാണ് യൂദയുടെ ലേഖനം. ദൈവത്തിന്റെ മഹത്വം. നമുക്കറിയാം ഈ ലേഖനം ഇത് ആരെഴുതിയ ആരാമാണ് ഈ ലേഖനം എഴുതിയത്? യൂദയുടെ ലേഖനം ആരാ എഴുതിയത്? ആരാ? ഞാൻ തിരിച്ചു കാണിക്കുന്നത് യൂദയുടെ ലേഖനം അതിന് എത്ര സങ്കടം പറഞ്ഞ. അപ്പൊ യൂദയുടെ ലേഖനം യൂദായ എഴുതിയത്. മോളെ 1-ാം വാക്യം വായിച്ചേ, പെട്ടെന്ന് വായിച്ചു. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തെ സ്നേഹിക്കപ്പെട്ടു യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു ഇരിക്കുന്നവനായി വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. അപ്പൊ ഇത് യൂദായാണ് എഴുതിയത്. ഏത് യൂദായാന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദ. യൂദ പലതുണ്ട്. യാക്കോബിന്റെ മകൻ ഒരു യൂദായുണ്ട്. അതുകൊണ്ടാണ് ഇത് യാക്കോബിന്റെ സഹോദരൻ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ യാക്കോബിന്റെ സഹോദരൻ എന്നല്ലേ വായിച്ചു വെച്ചത്? യാക്കോബിന്റെ സഹോദരനായ യൂദ. ഇത് യാക്കോബിന്റെ സഹോദരൻ യൂദ. യാക്കോബിന്റെ സഹോദരൻ എന്ന് പറയാൻ കാര്യം യാക്കോബിന്റെ മകനൊരു യൂദ ഉണ്ട്. ചിലക്ക് അപ്പനെ മോനെ തിരിച്ചറിയാൻ മേലല്ലോ. അല്ല, ചിലർക്ക് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ ഒക്കത്തില്ലല്ലോ. ഇല്ലേ? ഇല്ല. ഇവിടെ ഒരു വലിയ തള്ളനെ കാറാ കയറ്റിക്കൊണ്ട് പോയി എടുത്താൽ ഇവിടെ ഈ അരിയാലും കാണാൻ പോകുന്നു. എവിടെ നിങ്ങളാരും ഇവിടെ അല്ലേ? ആ തള്ളെ കൊണ്ടുപോയി അങ്ങനെ തന്നെ നിന്നെയും കൊണ്ടുപോകാൻ താമസിക്കാതെ. അമ്മയേതാ, പെങ്ങളേതാ, അപ്പനേതാ, ഉപ്പാപ്പനേതാ, കൊച്ചപ്പനേതാ ഒന്നും വകതിരിവില്ലാത്തൊരു കാലത്തിലേക്കാണ് വന്നിരിക്കുന്നത്. സ്വന്തം അപ്പനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. സ്വന്തം സഹോദരനെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. എന്തിനാണ് അമ്മയും മോനെയും വിശ്വസിക്കാൻ മേലല്ലോ. അധർമ്മം വരികയില്ലേ? അന്ത്യകാലത്തിന്റെ ലക്ഷണം ആ സ്വസ്ത്രീകളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും എന്തെല്ലാം വിഷയങ്ങളാണ്. അപ്പൊ ചിലർക്ക് ഇതൊന്നും അറിയത്തില്ല. അപ്പനോട് സംസാരിക്കേണ്ടത് എങ്ങനെ, ഉപ്പാപ്പനോട് സംസാരിക്കേണ്ടത് എങ്ങനെ, അമ്മയോട് എങ്ങനെ സംസാരിക്കണം, പാസ്റ്ററോട് എങ്ങനെ സംസാരിക്കണം, ആ പാസ്റ്റർ വിശ്വാസിയോട് എങ്ങനെ, ഇതൊന്നും വകതിരിവില്ലാത്ത ആൾക്കാരുണ്ട്. നാളെ ഒരാൾ പാസ്റ്ററെ വിളിച്ചു, അറിയോ ഇവിടെ പോകുന്നു, വിശ്വാസി പാസ്റ്ററെ കയറി വിളിക്കുക. അല്ല, ഞാൻ ഏതാ ഉപദേശിക്കാൻ, അല്ല ഞാൻ ഒന്നും പറയത്തില്ല. പകതിരിവില്ല, പകതിരിവില്ല, പകതിരിവില്ല. അമ്മയോട് എങ്ങനെ ഇടപെടണം, അമ്മായിയമ്മയോട് എങ്ങനെ ഇടപെടണം, മരുമകളോട് എങ്ങനെ ഇടപെടണം, അവൻ മകനോട് എങ്ങനെ ഇടപെടണം. ചിലരുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അമ്മ അങ്ങ് നിയന്ത്രിക്കുക മകനെ. ഈ തള്ള വന്ന കാലം മുതലേ അയാളെ നിയന്ത്രിക്കുക. അത് തന്നെ മകനിട്ടും മിണ്ടുന്നില്ല. മിണ്ടണ്ട എന്തിനാ അവിടുത്തെ ആലോചന ഉണ്ടാകുന്നത്? അല്ലെ, നിങ്ങൾ വന്ന അന്ന് മുതലേ നിങ്ങളുടെ ഭർത്താവിനെ വരച്ചവരെ കൊണ്ടുവന്ന ഇനി അവളെ കൊണ്ടുപോട്ടെ മോനെ, ഇനി അവിടെ നോക്കിയിരി. മിണ്ടുന്നില്ല, എന്നെ ഇങ്ങനെ നോക്കുന്നു. അല്ലൊരു പാല വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണ്ടേ? അപ്പൊ ചിലർക്ക് അറിയത്തില്ല. അപ്പൊ ഇത് യാക്കോബിന്റെ സഹോദരനായ യൂദ. അങ്ങനല്ലേ മോളെ ഒന്നുകൂടെ വായിച്ചേ.
യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. സഹോദരൻ യൂദ എന്ന് പറയാൻ കാര്യം യാക്കോബിന്റെ മകനൊരു യൂദ ഉണ്ട്. മോളെ, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 12 മുതൽ വായിച്ചേ. അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബ്ബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങി പോന്നു. അവിടെ എത്തിയപ്പോൾ പാർത്ത മാളികമുറി കയറിപ്പോയി പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തോലമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, അങ്ങനെ അൽഫായുടെ മകനായ യാക്കോബ്, പിന്നെ എരിവുകാരൻ ശിമോന്, യാക്കോബിന്റെ മകനായ യൂദ. അപ്പൊ ഇവിടെ യാക്കോബിന്റെ മകൻ യൂദ എന്ന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ആ തെറ്റിദ്ധാരണ വരാതിരിക്കാൻ അപ്പുറം കൊടുത്തേക്കുന്ന യാക്കോബിന്റെ സഹോദരനാകുന്ന യൂദ. കാര്യങ്ങൾ ക്ലിയർ ആക്കി പറയണം. ഇല്ലേ, അപ്പനെയും മോനെയും തെറ്റുന്ന കാലമാ. അപ്പോൾ ഈ യൂദ യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദ എന്ന് പറഞ്ഞാൽ അമ്മ ഒന്നാ, ഒരു ഉദരത്തിൽ നിന്നാ പുറപ്പെട്ടത്. പക്ഷെ ജനനം 2 വിധത്തിലാണ്. യേശുക്രിസ്തുവിന്റെ ജനനം എല്ലാവരും പ്രസംഗിച്ച് നിങ്ങൾക്കും അറിയാം. ആമൻ പിതാക്കന്മാരെ ജനിപ്പിച്ചു എന്ന് ആമൻ മത്തായി സുവിശേഷം 1 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ ക്രിസ്തുയേശുവിന്റെ ജനനത്തെ പറ്റി പറഞ്ഞ് ജനിപ്പിച്ചതല്ല, അവിടുന്ന് ജനിച്ചതാ. ദൈവത്തിന് മഹത്വം. അത് വചനം ജഡമായി തീർന്നതാ. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത നസറേയനാകുന്ന യേശുക്രിസ്തു. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം. അത് ഈ ലേഖനത്തിൽ മോടെ പേരെന്നാ? അശ്വതി. നമ്മുടെ സഭയിലാണ് പഠിക്കുകയാണോ? അപ്പൊ അറിയാവുന്ന കാര്യങ്ങളല്ല. അതുപോലെ ഈ ലേഖനത്തിൽ എത്ര വാക്യമുണ്ട് അശ്വതി? അത് വന്ന് വായിക്കുന്നതല്ലാതെ 25 നോക്കി പറഞ്ഞു. 25 മാത്യു സാറേ 25 അല്ലേ? ഞാൻ കണ്ടു. അപ്പൊ ഈ ലേഖനത്തിൽ 25 വാക്യമാണ്. 25 വാക്യം. 25 വാക്യമേ ലേഖനത്തിനുള്ളൂ എങ്കിലും സകല വിഷയങ്ങളും ഈ ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്തിനാ ഒത്തിരി എഴുതുന്നേ? വേദപഠിതാക്കളിൽ ചിലര് ഈ യൂദയുടെ ലേഖനത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗമാണ് ഇത്. യൂദയുടെ ലേഖനം ഒരു പോസ്റ്റ് കാർഡാണ്. പോസ്റ്റ് കാർഡ്. ഈ ലേഖനത്തെ പറ്റി ഒരു അഭിപ്രായം, പോസ്റ്റ് കാർഡ്. പോസ്റ്റ് കാർഡ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, പണ്ടൊക്കെ നമ്മൾ ഒത്തിരി അയച്ചിട്ടുണ്ട്. ഇത്ര വലിപ്പമുള്ളു, ഒത്തിരി എഴുതാനൊക്കത്തില്ല. കാച്ചി കുറുക്കി അത്യാവശ്യ കാര്യം എഴുതും. അതാ പോസ്റ്റ് കാർഡ്. പക്ഷെ ഇല്ലെങ്കിൽ അങ്ങനല്ല. ഇതിൽ 2-3 പേര് എഴുതാനുണ്ട്. തീരാതെ നമ്മുടെ സൈഡിൽ നമ്മൾ എഴുതും അല്ലേ? ഒട്ടിച്ചു കഴിഞ്ഞു അയ്യോ ഒരു കാര്യം കൊണ്ട് എഴുതിയില്ല, ആ പെടം നോക്കിയേച്ച് ഇല്ലെന്റെ അടുത്ത് ഭൂപ്പാട് വന്നതൊക്കെ ആയിരിക്കുന്നത്. ഇപ്പൊ ഒന്നും അറിയാം, ഇപ്പൊ ഒന്നും എഴുതണ്ട, ഇപ്പൊ എല്ലാം കൂടി ഇങ്ങനെ. അപ്പൊ ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഏറെ എഴുതാം. എന്നാൽ പോസ്റ്റ് കാർഡിലെല്ലാം അധികം എഴുതാൻ ഒക്കത്തില്ല. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇത് പോസ്റ്റ് കാർഡാ. ഇല്ലെന്നല്ല. ഇല്ലെന്നൊക്കെ നമ്മൾ എഴുതിയിട്ടില്ലേ ഇഷ്ടം പോലെ ഉള്ള എഴുതി പിള്ളേരുടെ കൈ കൊടുത്തേക്ക് മതിലിന്റെ സൈഡിൽ കൊടുത്തേക്ക് നാരങ്ങ വെക്കാൻ കഴിയില്ല. കൊച്ചന്നെ ഇല്ല അവന് ചേച്ചി ഇത് മേടിച്ച ആൾക്കാരും ഒക്കെ അതിനകത്തിരിപ്പുണ്ട്. ഇപ്പൊ എല്ലാം ഗബ്രിയേലും മിഹായിലും കളിക്കുക. ഇരിപ്പ് കാണുമ്പോൾ അറിയാമല്ലോ, കത്ത് മേടിച്ച് പൊട്ടിക്കാഴ്ച പറഞ്ഞിരുന്നു. എന്തായാലും മാനസാന്തരപ്പെട്ടത് കൊണ്ട് ആകെ പെട്ടെങ്കിൽ കുഴപ്പമില്ല. എഴുതിയ പുള്ളി ഇതിനകത്തിരിപ്പുണ്ട്. അപ്പൊ അന്ന് പണ്ട് കാലത്തൊക്കെ അങ്ങനെ ഒരു കത്ത് കൊടുക്കണേ എന്ത് ബത്തപ്പാടാ ഇല്ലയോ? അപ്പനെ നോക്കണം, അമ്മയെ നോക്കണം, പെങ്ങളെ നോക്കണം, ആങ്ങളെ സാറ് വരുന്നത്, സാറ് ആ വഴി കൂടെ വരുന്നത്, കൂട്ടുകാരെ ഒന്നും അറിയാൻ മേലല്ലയോ?
അപ്പൊ ഇത് ഇല്ലതല്ല, പോസ്റ്റ് കാർഡാണ്. വളരെ കുറച്ച് കാര്യമേ എഴുതിയിട്ടുള്ളൂ, പക്ഷേ എഴുതിയതൊക്കെ നല്ല ഈടുറ്റ വിഷയമാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ ലേഖനത്തിന്റെ വിശേഷത 25 വാക്യമേ ഉള്ളൂ എങ്കിലും സകല വിഷയവും ഈ ലേഖനത്തിൽ യൂദ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ലേഖനത്തിലുണ്ട്. 6-ാം വാക്യം ദൂതലോകത്തെ വിഷയം, 6-ാം വാക്യം ഒരുമിച്ച് കൂടി തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയി ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലകിട്ട് അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചു. അപ്പോൾ 6-ാമത്തെ വാക്യത്തിൽ ദൂതലോകത്തെ വിഷയം തുടങ്ങിയിരിക്കുക. വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചു. കോടി ദൂതന്മാരാ. ദൂതന്മാരുടെ വിഭാഗം പഠിക്കുമ്പോൾ യുദ്ധം ചെയ്യുന്ന ദൂതന്മാരെ, ദൂത് പറയുന്ന ദൂതന്മാർ, ആരാധിക്കുന്ന ദൂതന്മാർ, പ്രധാനമായിട്ട് 3 വിഭാഗമായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതില് ആരാധിക്കുന്ന ദൂതന്മാർക്ക് സ്ഥാനപ്രംശം ഉണ്ടായെന്ന ചിലർ ഈ വാക്യത്തെ വ്യാഖ്യാനിക്കുന്നത്. കെറൂബികളും ശ്രാവികളും ദൂതന്മാരും എല്ലാം ദൈവത്തെ ആരാധിച്ചു. സൈനികരുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അവരെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുക. 2 കൊണ്ട് പറന്ന്, 2 കൊണ്ട് മുഖമൊക്കെ മൂടി, 2 കൊണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു ആശയം എന്നാ. ദൂതന്മാര് തേജോമയര. എഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായം പഠിക്കുമ്പോൾ അവരെ എങ്ങനെ സൃഷ്ടിച്ചെന്ന് എഴുതിയിട്ടുള്ളത് പെട്ടെന്ന് വായിച്ചു. എഹെസ്കേൽ 28-ന്റെ 16 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. നീ ദൈവത്തിന്റെ തോട്ടമാകുന്ന ഏദനിലായിരുന്നു, നീ മാതൃകാമുദ്രയായിരുന്നത്. അമരമണി വീത രക്തമായി ഡൂര്യം മാണിക്കുന്ന പ്രണീകുശരാഗം ഗോമേരകം പരമ്പരാഗ് സുഗന്ധരക്തമെന്നില്ലേ രക്തങ്ങളാൽ നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളെ നിന്റെ തലത്തിലെ കൂടുകളെ പണി പൊന്നുകൊണ്ടുള്ള ആ വാക്യം ഒന്ന് വായിച്ച ശുഭാസ്ത്രം പെട്ടെന്ന്. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെറൂബായിരുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. രഥങ്ങളുടെ മധ്യ സഞ്ചരിച്ചു. പിന്നെ നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികൾ കണ്ടതുവരെ നീ നടപ്പൻസുകൾ എങ്ങനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പ് കൊണ്ട് പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്നെണ്ണി നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെറൂബേ. അപ്പൊ ചുരുക്കി പറഞ്ഞതിന്റെ മുകളില് രക്തങ്ങളെ കണക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇല്ലയോ? വായിച്ചേ 13 മുതലേ. നീ ദൈവത്തിന്റെ തോട്ടമായി ഏതെന്നായിരുന്നു. താമ്രമണി, വജ്രം, പുഷ്പരാഗം, ഗോമേതകം. ഇതൊന്നും നമ്മൾ കണ്ടിട്ട് പോലും ആകെ കൂടെ നിന്റെ ഉള്ളത് 1/2 ഗ്രാമിന്റെ ഒരു കാതിപ്പൂവാ. അന്നമേ നീ പുഷ്യരാഗം കണ്ടിട്ടുണ്ടോ? നീ ആകെ കൂടെ കണ്ടത് നിന്റെ മടത്തുള്ളിക്കമ്മല. ഇടയ്ക്കിടയ്ക്ക് യോഗത്തിനിടയിൽ പിടിച്ചതിന്റെ ആകെ മമ്മ ഇത് പിണ്ടിച്ചൈനാണ്. പിണ്ടിച്ചൈനല്ല, വണ്ടിച്ചൈനാണ്. നീ ആ കൂടെ കണ്ടിരിക്കുന്നത് ജലജമാലയും പിണ്ടിച്ചൈനും മടത്തുള്ളി കമ്മലും പിന്നെ കാശിമാല. ഒന്നും അറിയാൻ മേല. ഞാൻ ചോദിക്കുന്ന പുഷ്യരാഗം കണ്ടിട്ടുണ്ടോ? എന്നാ രാഘവ ഭാഷ മേളകർത്താൻ രാഗത്തിൽ പെട്ടതാണോ? ഒന്നുകൂടെ വായിച്ചോ 13 മുതൽ. നീ ദൈവത്തിന്റെ തോട്ടമായി ഏതെല്ലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും എല്ലാം ഇത്ര ബലപ്പെട്ട വസ്തുതകൾ കൊണ്ടാണ് നിർമ്മിച്ചത്. കെറൂബുകൾ സറാബുകൾ ഉദാരിവാൻ സ്വർഗ്ഗകലങ്കരത്തിലെന്തിയ വിശുദ്ധ ഗീതകാർ, സ്വർഗ്ഗകലങ്കരത്തിലെന്തിയ വിശുദ്ധ ഗീതകാർ. വാനിൽ വരുന്നു വാഴ്ത്തുവീ, വാനിൽ വരുന്നു വാഴ്ത്തുവീ. അങ്ങേനർത്തു പാടുന്നോർത്തു കേൾക്കുമീ, പാടുന്നോർത്തു കേൾക്കുമീ. വലിയ പെരുവെള്ളത്തിൽ തിരച്ചു കൊന്നത് വാനിൽ അതിഗംഭീരമായി, വാനിൽ
വോളിയം ഇച്ചിരി താക്കണം. നിന്നോട് പിണക്കം ഉണ്ടായിട്ടല്ല, ഞാൻ പാടി വെക്കുന്നത് എൻ്റെ ട്യൂൺ അത്ര നല്ലതല്ല, സ്വരവും നല്ലതല്ല, ജമൻസനൊക്കെ നന്നായിട്ട് പാടും, ഈ ശ്രുതി ഒന്നും ചേരുന്നില്ലെന്ന് എനിക്കും അറിയാം, ഇവർക്കും അറിയാം, അവർക്ക് മൊത്തം നേരത്തെ അറിയാം. എന്നാലും പറയുന്ന വരി പദം അതെന്നതാണ് കേൾക്കാം. ഇത് ഇച്ചിരി താത്ത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആ രക്തങ്ങളാൽ നിർമ്മിതമാണ് ഈ ദൂതന്മാർ. അങ്ങനെയുള്ള ദൂതന്മാർ പാപം ചെയ്തു. യെശയ്യാപ്രവചനം നമ്മള് 14-ാം അധ്യായത്തിന്റെ 12 മുതൽ പഠിക്കുമ്പോൾ പുത്രനായി ശുക്ര നീ വെട്ടേറ്റങ്ങനെ നിലത്ത് വീണു, ജാതികളെ താഴ്ത്തി കളഞ്ഞവൻ. അപ്പോൾ ആ ഭാഗത്തേക്ക് അധികം പോകുന്നത് അങ്ങനെയുള്ള ദൂതന്മാർ, ആ ദൂതന്മാരുടെ വിഷയമാണ് യൂദ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു വിഭാഗം വാദക്കാര്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാന് സ്വന്തം വാസത്തരം വിട്ടുപോയ ദൂതന്മാർ. ഇത് ആ ദൂതന്മാരെന്ന ഒരു വിഭാഗം. എല്ലാത്തിനും ഉണ്ടല്ലോ, ഒരു തെളിഞ്ച് പക്ഷു കൊടുത്ത് കൊഞ്ചു പക്ഷു തൊമ്മനായ്മ ചാണ്ടി മുറുകും, എല്ലായിടത്തും ഉണ്ട്. ഇവിടെ ഉണ്ട്. ഇരിക്കുന്നതെല്ലാം ഒറ്റക്കെട്ടാന്ന് പറഞ്ഞിരിക്കുക. അല്ല, ഇവിടെ ഇരിക്കുന്നെല്ലാം ഈ പാട്ടുകാരൻ തന്നെ ഒറ്റക്കെട്ടാന്ന് പറഞ്ഞാണോ? അല്ലേ അല്ല, ഇരിക്കുന്ന ഉപദേശമാരെല്ലാം ഒറ്റക്കെട്ടാന്ന് പറഞ്ഞിരിക്കുക. പുള്ളി ആ സെന്ററിലാണ്, ഇത് ഈ സെന്റർ. എല്ലാം യോജിപ്പല്ല. യോജിപ്പുള്ളവരുണ്ട്, അവർ യോഗത്തിന് വന്നാലും അറിയാം, അവരുടെ ഇരിപ്പ് കാണുമ്പോഴും അറിയാം. സ്തോത്രം. മിക്കത് ഈ പാതാളക്കരണ്ടി പോലെ, പാതാളക്കരണ്ടി പണ്ട് കിണറ്റി തൊട്ടി പോകുമ്പോൾ എടുക്കുന്നൊരു സാധനമാണ്. എങ്ങോട്ടിട്ടാലും ഓടക്കും. യോഗത്തിനെ കൊണ്ടുണ്ട്, അങ്ങനെ ഉണ്ട്. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം, ഇങ്ങനെയുള്ള ദൂതന്മാരെ, ആ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം അവിടുന്ന് മാറ്റിയാണ്. വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസത്തിൽ വിട്ടുപോയ ദൂതന്മാർ. അങ്ങനെ ഒരു വിഭാഗക്കാരെ വാദിക്കുന്നത്. എന്നാൽ വേറൊരു വിഭാഗം പറയുന്നത് ആ ദൂതന്മാരല്ല, പിന്നെയോ ആദ്യ മാതാപിതാക്കളാകുന്ന ആദമിനെ ഹവ്വയെ ഏദൻ തോട്ടത്തിൽ ദൈവമാക്കി തോട്ടം കാക്കണം, തോട്ടത്തിൽ വേല ചെയ്യണം. 4 കാര്യം ദൈവം പറഞ്ഞെന്നാ. അയ്യോ, 4 കാര്യം അല്ലയോ? ഒന്ന് തോട്ടം കാക്കണം, പിന്നെ വേല ചെയ്യണം, 3 മരത്തേക്കാരണോ? ഉറക്കെ പറ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ ഉറക്കെ പറ. അതിമുതൽ നരകുലത്തെ ആണും പെണ്ണുമായി നിർമ്മിച്ചോ. അതിമുതൽ നരകുലത്തെ ആണും പെണ്ണുമായി നിർമ്മിച്ചോ. നീതിപരം 4 മൂലക്കാൻ പെരുകി മണ്ണിടം വാങ്ങുന്നരുൾ ചെയ്ത. നീതിപരം 4 മൂലക്കാൻ പെരുകി മണ്ണിടം വാങ്ങുന്നരുൾ ചെയ്ത. ഒന്ന് തോട്ടം കാക്കണം, 2 തോട്ടത്തിൽ വേല ചെയ്യണം, 3 അടക്കി ഭരിക്കണം, 4 പെറ്റ് പെരുകണം. ഇങ്ങനെ കർക്കശമായ കൽപ്പന ദൈവം കൊടുത്തു. കൽപ്പന ലംഘിച്ചു. തോട്ടം കാത്തില്ല, തോട്ടത്തിൽ പാമ്പ് കയറി. പാമ്പ് ആദ്യം വന്നത് ആരുടെക്കല്ല? പാമ്പിന് പറയാം, അമ്മാമ്മയുടെ കാര്യം പറഞ്ഞാലേ കാര്യം നടക്കുള്ളൂ. പുള്ളി ഇങ്ങനെ കളസം വിട്ട് നടക്കുന്നതല്ലാതെ ആരുടെ പൊക്കവും വലിയ വീതിയുള്ള ബെൽറ്റൊക്കെ ഉണ്ട്, പക്ഷെ കാര്യം നടക്കണേ. ചായ ബെൽറ്റ് ഉണ്ട്, പക്ഷെ ബെൽറ്റില്ലാത്ത അമ്മാമ്മ പറഞ്ഞെങ്കിലേ മിണ്ടുന്നില്ല. അപ്പൊ ചിലപ്പോ ഞാൻ പറഞ്ഞു ബെൽറ്റ് ഊരും, ബെൽറ്റ് ഊരി അടുത്ത വാഞ്ച ഇടുന്നതല്ലാതെ തള്ളത്തില്ല. നാളെ എന്നെ ശരിയാക്കണം. അപ്പൊ ചുരുക്കി പാമ്പിന് വരെ അറിയാമെന്ന് നല്ലയോട് പറഞ്ഞെങ്കില് പിന്നെ പാമ്പ് അമ്മയുടെ അടുക്കലാ വന്നേ. എന്റെ കറിക്കരിക്കായിരുന്നു ആളാ. അന്നേരം പ്രൈസോ സ്തോത്രം. അപ്പം ആ ചൂട് കേട്ടപ്പോഴേ പാമ്പിനെ പിടികിട്ടി തള്ള വീട് നിർത്താൻ. ചുരുക്കി പറഞ്ഞാൽ അമ്മയെ കൊണ്ട് പാമ്പൻ ചെയ്യിപ്പിച്ച് സ്തോത്രം. കൽപ്പനാലംഘനത്തിലകപ്പെട്ട് ഒടുവിൽ ആ കനി അപ്പനും കൊണ്ട് കൊടുത്തു. പുള്ളി കഴിച്ചു. 2 പേരും കൽപ്പന ലംഘിച്ചു. ഈ പാമ്പ് വന്ന് അമ്മയോട് സംസാരിച്ചപ്പോ അമ്മ പറഞ്ഞാൽ മതി, എന്നാ വൈകുന്നേരം
മേളിൽ നിന്ന് പുള്ളിയും വരും, അച്ഛൻ തോട്ടത്തിൽ നിന്ന് വരും, നമുക്ക് ഒന്നിച്ചിരുന്ന് അത് പറഞ്ഞാൽ പോരായിരുന്നോ? അത് മതിയായിരുന്നു. അവിടെ പറഞ്ഞ് കാര്യം പറയാം, പുള്ളി എപ്പോഴേലും വന്നോളൂ കാര്യം പറയണമെന്ന് പറഞ്ഞു. പുള്ളി വരുമോ വരാതിരിക്കോ, ഇവിടുത്തെ കാര്യമൊക്കെ ഞാനാ. പുള്ളിയോട് പറഞ്ഞാലും പുള്ളി എന്നോട് പറയാറൊന്നും അത്രയുണ്ട്. അമ്മാമ്മയും പാമ്പും. അമ്മാമ്മ തോട്ടത്തിലെയാ, പാമ്പോ കാട്ടിലെയാ. കാട്ടിലെ പാമ്പും തോട്ടത്തിലെ മൂന്നിനൊന്ന് വായിച്ചോ മോളെ. സൂപ്പാസോ ആരെങ്കിലും വായിച്ചോ. യഹോവയെ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. ഇത് കാട്ടുജന്തുവാ, കാട്ടിലെയാ പാമ്പ്. അമ്മാമയോ തോട്ടത്തിലെ അമ്മാമയാ അല്ലേ? തോട്ടത്തിലെ മേരിക്കുട്ടി, കാട്ടിലെ. രണ്ടുപേരോട് നല്ല സംഭാഷണമായിരുന്നു. അപ്പൊ ഈ പാമ്പ് വന്ന് ചോദിച്ചു, അങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അവിടെ പറഞ്ഞ സന്തോഷം, കൃപയാല്. അച്ഛൻ എന്ത് ചെയ്യാനായി കണ്ണ് കാണിക്കും. ഉച്ച കഴിഞ്ഞേ വരുവുള്ളൂ. അപ്പൊ ഈ പാമ്പ് ചോദിച്ചു വരാറുണ്ടോ എന്ന്. ആരാ? ദൈവം. സമയമുണ്ട്, കാലത്തെ വന്നേ. അപ്പൊ ചോദിച്ചു ഫാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനൊന്നും ഇല്ലടാ, ഇഷ്ടംപോലെ കഴിക്കാനുണ്ട്. കഴിക്കാൻ ഇവിടെ നിൽക്കുന്നില്ലേ? കേരവും ഗംഭീരവും എന്തലും കരിമ്പൊളിന പേരയും നാഗരംഗം മാനം നമ്മാതുളങ്കം. ഏതം തോട്ടത്തില്ലേ? കേരം തെങ്ങ്, ഗംഭീരം ചെറുനാരകം. കേരവും ഗംഭീരവും നീന്തലും കരിമ്പൊളി പേരയും നാഗരംഗം മാനം നമ്മാതുളങ്കം. ആമ്രങ്ങൾ ആമ്രാതകം ചെത്തിയും അത്തിവൃക്ഷം കമ്രമാന്തരീത്താലജാലങ്ങൾ വീലുക്കളും വീല് കാപ്പി ഗന്ധപുഷ്പങ്ങളെയും അമുഖം ബഹളവും ഗന്ധമോക്ഷവും മോക്ഷക്ഷമവും സന്ദർശനം സപ്തം 7 ശതം പാല 7 പാല നല്ല മണം അടിച്ച് കഴിക്കാം. നമ്മളെടുത്ത് കഴിക്കാൻ നിന്ന ചില തട്ടുകടയിലൊക്കെ നമ്മൾ ഓടയുടെ വാടക പിന്നെ കഴിക്കണമല്ലോ എന്നോർത്ത്. നിങ്ങൾ ആരും തട്ടുകടയുടെ ഓടൊന്നും പോയിട്ടില്ല, എല്ലാവരും മസ്കറ്റ് ഹോട്ടലില്ല പോയിട്ട്. ഗന്ധപുഷ്പങ്ങളെയും അമുഖം ബഹളവും ഗന്ധമോക്ഷവും മോക്ഷധ്രുവവും സപ്തം ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബെറി നെല്ലിക്ക ഇതെല്ലാം ഉണ്ടെന്ന് തോട്ടത്തില്. ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബെറിയും വൃക്ഷങ്ങളെയും വെട്ടിക്കിഴങ്ങുകളും മറ്റുതങ്ങളുമായ സസ്യപുൽമാദികളാൽ അക്ഷയമായ കാന്തി വിലരുന്ന രാമത്തിൽ വെള്ളരിയും മുതലായ വാല്യങ്ങൾ പ്രഫുല്ലമായ നല്ലൊരു കാന്തിയോട് നീങ്ങിയ പക്വത മൂലം ശോഭിച്ചു ചെമ്പൂക്കളാൽ വനദീപകയേറ്റും ശ്രീപരമാണെന്ന രക്തപുഷ്പങ്ങൾ മന്ദാരവും അവൻ സുരഭിതമായ നല്ല തോട്ടം. അപ്പൊ ഈ ഷാരി വന്ന് പാമ്പ് വന്ന് ചോദിച്ചു കഴിക്കാനുള്ളത് ചെയ്യുമ്പോൾ തള്ള പറഞ്ഞത് മുഴുവൻ കഴിക്കാനാണ് പറഞ്ഞത്. കുടിക്കാൻ ഈ അടുത്ത സമയത്ത് ഒരു ബാറ് തുടങ്ങിയിട്ടുണ്ടടാ, അങ്ങനല്ല തള്ള പറഞ്ഞു. വന്ന് മുട്ടിന് എന്തോ വിനയത്തോടാ നിൽക്കുന്നത് അറിയാമോ? നമ്മുടെ ഒരു കല്യാണ ശുശ്രൂഷയ്ക്ക് വന്നാൽ ഇവനെല്ലാം കടന്ന് കൊമ്പ് കൊടുക്കുക, പ്രസംഗിക്കുക, നിർത്തുന്നുണ്ടോ? ഞാൻ തന്നെ പോടാന്ന് പറഞ്ഞു കാണിക്കുക. ഇവിടുത്തെ ശുശ്രൂഷ 10 ആരംഭിക്കും, 1 മണിക്ക് നിർത്തുവാൻ. അതിനപ്പുറം ഏത് കൊലകമ്പം വന്നാൽ നിർത്തില്ല, നീ പോടാന്ന് പറഞ്ഞു. പള്ളി കുർബാന നടക്കുന്ന ഇവൻ അച്ഛൻ്റെ ഒക്കെ ചെന്ന് പറയുമോ? അതിനെ നമ്മൾ ബട്ടർസ് കൂടുതൽ വെക്കാനിട്ടാണ്. കാരണം ബട്ടർസ് ആണോ വെക്കാൻ അവിടെ കുടലും കൊക്കിന്റെ അവിടെ നമ്മൾ 4 വരെ വെക്കാം. എനിക്കാണെങ്കിൽ ഇപ്പൊ ഇഷ്ടം പോലെ തുണിയുണ്ട്. ആരോടെ കൊമ്പ് വെക്കുന്ന നമ്മുടെ ശുശ്രൂഷയല്ല. അമ്പലത്തിലെ പോകുന്ന ഹൈന്ദവരാകുന്ന സ്നേഹിതന്മാര് മരണ വീടുകളിലും അവരുടെ ശുശ്രൂഷകളിലൊക്കെ അവരുടെ നിയോഗിക്കപ്പെട്ട ചുമതലപ്പെട്ടവര്, പുരോഹിതന്മാര്, നമ്പൂതിരിമാര്, അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ശാന്തി ആരുമായിക്കോട്ടെ, അവരെ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ആരെങ്കിലും തുടങ്ങുമോ? എല്ലാവരും ഭക്തിയോടെ നിൽക്കുകയല്ലേ? ഞങ്ങളുടെ അച്ചായനെ അടക്കാനായിട്ട് കുട്ടനാട് ഇച്ചിരി വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്, വെള്ളമുള്ള സമയമാണ്.
ആലപ്പുഴയിൽ നിന്ന് സെൻട്രൽ പാസ്റ്റർ വന്ന് യാഗോച്ചനാ വന്നേ, നമ്മുടെ ഡിസ്ട്രിക്ട് പാസ്റ്റർ യാഗോച്ചൻ. അദ്ദേഹം കടന്നുപോയി. യാഗോച്ചൻ വന്ന് അധികം ആരും പ്രസംഗിച്ചുമില്ല. യാഗോച്ചൻ വന്ന് 2 വാക്ക് പറഞ്ഞപ്പോൾ ഒരു പൂവൻ നിർത്ത് അധികം ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അവനെ ഒന്ന് നോക്കി. അദ്ദേഹം വേറൊരു സ്ഥലത്ത് നിന്ന് വന്നതല്ലേ, ഒരു മുഖവര പറയണ്ടായോ? അല്ല വന്നുടനെ കാലിന് പിടിച്ചോളാം അടക്കാന്നാണോ പറയുന്നത്? ഏത് ശുശ്രൂഷകളാണെങ്കിലും അതിന്റെ ക്രമമുണ്ട്. സമുദായസ്ഥരായ പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ പോകുന്നവർക്ക് അച്ഛന്മാർക്ക് അതിനെ ചൊല്ലുകൊണ്ട് ഇല്ലേ ഉണ്ട്. പണ്ട് കപ്പിയാരുടെ അമ്മ മരിച്ചു. നാട്ടിലെ പ്രായമുള്ള ധനാഢ്യനായ അച്ഛൻ്റെ അമ്മയും മരിച്ചു. അച്ഛൻ ധനാഢ്യനായ മനുഷ്യന്റെ അമ്മ മരിച്ചപ്പോ ധാരാളം അച്ഛന്മാരും മെത്രന്മാരും തിരുമേനിയും നിന്നങ്ങ് ചൊല്ലുക. പിന്നെ പുസ്തകം കൊണ്ടുവന്ന് കപ്പിയാർ കൊടുക്കുക ചൊല്ലാൻ. ഇത് ചൊല്ലി മാറ്റുമ്പോ അടുത്തത് പിന്നെ നിന്ന് ചൊല്ലുക. അപ്പൊ ഇതിനെല്ലാം കപ്പിയാര് നിൽക്കുക. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കപ്പിയാരുടെ അമ്മ മരിച്ചു. അച്ഛന്മാരും അധികമില്ല, മെത്രാനും ഇല്ല, തിരുമേനി ഇല്ല. ഈ അച്ഛനും ഉണ്ട്, വേറൊരു കൊച്ചച്ഛനും ഉണ്ട്. പെട്ടെന്ന് ചൊല്ലി തള്ളെ കൊണ്ടടക്കി. അതെല്ലാം കഴിഞ്ഞ് രാത്രി പള്ളിവേണ്ട വന്നപ്പം കപ്പിയാർ താഴെ കിടക്കുക, അച്ഛൻ കത്തിലേക്ക് കിടക്കുക. അപ്പം കപ്പിയാർ ചോദിച്ചു, എന്നാലും എൻ്റെ അച്ഛോ കുരിശുമുട്ടിലെ കൊച്ചമ്മ മരിച്ചപ്പോ നിങ്ങൾ ഇഷ്ടം പോലെ ചൊല്ലി, മെത്രാൻ വരെ വന്ന് ചൊല്ലി. എൻ്റെ അമ്മ മരിച്ചിട്ട് നിങ്ങൾ ആളും അധികമില്ല, ഇച്ചിരി അച്ഛന് മനസ്സിലാക്കി വീട്ടിലാക്കിയാണ്. എന്നാൽ അച്ഛൻ കട്ടിലെ കിടന്നു വേണ്ടി എടാ തോമാച്ച, ഓ എടാ നിന്റെ അമ്മ എന്ത് പരിശുദ്ധയായ അമ്മയാ, ഒത്തിരി ഒന്നും ചൊല്ലണ്ടടാ. 2 കാര്യം ചൊല്ലുമ്പോഴേ അവളങ്ങ് കുഴിച്ചുമുട്ടില്ല തള്ള അങ്ങനെ എത്ര എണ്ണത്തിനെ പീഡിപ്പിച്ചിരിക്കുന്ന തള്ളയാ. ചൊല്ലി ഭൂപ്പാട് വന്നാൽ പോലും തള്ള മുന്നോട്ട്. ഇനിയിപ്പോ അടുത്ത ആണ്ടിൽ ഞങ്ങളെല്ലാം കൂടെ നിന്ന് തള്ള മുന്നോട്ട്. അത് രസകരമാണേലും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു കാര്യം പറയാം, നമ്മുടെ ഈ കാര്യങ്ങളൊന്നും കൊണ്ട് സ്വർഗത്തിൽ പോകുകയല്ല. ഇടയ്ക്ക് കയറി പറയാം, സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഞാനിങ്ങനെ പറഞ്ഞാൽ അങ്ങ് പോകും, അതുകൊണ്ട് അധികം വിവരിക്കുന്നില്ല. ദൈവത്തിന്റെ ഭഗത്ത് ബാബു അമ്മാമ്മയും കൂടെ സംസാരിച്ചു, ഒടുവിൽ ചതിച്ചു, വാഞ്ചിച്ചു. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് ബാബു ചോദിച്ചു, കുടിക്കാനുണ്ടോ? ഏതെന്തോട്ടം നനയ്ക്കാൻ നദി പുറപ്പെട്ടു. അതിന്റെ തോടുകൾ അത് 4 ശാഖയാണ്. ഒന്നാമത്തത് പീശോൻ വെള്ളച്ചാട്ടം. അതൊക്കെ ഹവീലാദേശമൊക്കെ ചുറ്റും. അവിടെ പൊന്നുണ്ട്, കുലുകുലുമുണ്ട്. അവിടുത്തെ പൊന്നൊക്കെ മേത്തരമാണ്. പിന്നെ ഹിദ്ദേക്കലും ഫ്രാത്തും എന്ന് വേണ്ട ഇഷ്ടം പോലെ വെള്ളം. അപ്പൊ കഴിക്കാനും ഉണ്ട്, കുടിക്കാനും ഉണ്ട്. ഓ, പുള്ളി വരുന്നുണ്ടോ? പുള്ളി എന്നും വെയിലാർമ്മം വരും. അമ്മയും ചോദിച്ചു, ഏതെങ്കിലും തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ, വിലക്കിയിട്ടുണ്ടോ? നീ ചോദിച്ചപ്പോഴാണ് ഞാനത് പറയാം. നടിവിൽ നിൽക്കുന്ന അപ്പൊ ഇവൻ പറഞ്ഞു, തള്ളെ അത് തിന്നാ ചാകത്തൊന്നുമില്ല, പുള്ളി കള്ളം പറഞ്ഞതാ, നിങ്ങളും പുള്ളിയെ പോലെ. ഇത് കേട്ടപ്പോ തള്ളയ്ക്ക് ഒരു ഇളക്കം. അപ്പൊ ഇളക്കം വന്നെങ്കിലും പുള്ളിക്കാരി പാമ്പിനോട് യോജിച്ചതെന്നാ പറയുന്നത്. അവിടെ എഴുതിയിട്ടില്ലെങ്കിലും ഈ കവിയിൽ പറഞ്ഞിരിക്കുന്നത്, ഈ അമ്മ പാമ്പിനോട് ചോദിച്ചു, നീ ഇങ്ങനെ കഴിച്ചോ, കുഴപ്പമില്ല, നീ ഇത് കഴിച്ചിട്ടുണ്ടോ, നീ ഇത് തിന്നിട്ടുണ്ടോ? അപ്പൊ പാമ്പ് പറഞ്ഞെന്നാ പറഞ്ഞത്, തള്ളേ ഞാനത് ഇഷ്ടം പോലെ തിന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് നേരത്തെ സംസാരിച്ചേച്ചില്ല, ഇത് പിന്നെ കണ്ടമാനം. അതിങ്ങനെയാ കൊടുത്തിരിക്കുന്നത്. തിരിയക്കാത്ര ശ്രേഷ്ഠത വരുത്തിയ വീര്യസൽഫലം. തിരിയക്കെന്ന് പറഞ്ഞാൽ വെലങ്ങനെ സഞ്ചരിക്കുന്നതാ. തിരിയക്കാത്ര ശ്രേഷ്ഠത വരുത്തിയ വീര്യസൽഫലം. ഞങ്ങള് സംസാരിച്ചേച്ചി ഒന്നുമില്ലായിരുന്നു, പക്ഷെ ഇത് തിന്നേ പിന്നെ കണ്ടമാനം സംസാരിക്കും. എനിക്ക് ഒരു ഡൗട്ടുണ്ട്, ഇത് തിന്നേ പിന്നെ ഇഷ്ടംപോലെ സംസാരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ കൽപ്പന ലംഘിച്ച് പാപം ചെയ്യിപ്പിച്ച് ഒടുവിൽ ദൈവം തമ്പുരാൻ വരെ തോട്ടത്തിന് വെളിയിലാക്കി. മിന്നുന്ന ജ്വാലയുള്ള വാളുമായി നൂതന കെറൂബുകളെ അവിടെ കാവൽ ഏർപ്പെടുത്തി. അങ്ങനെ അവിടെ കാവൽ നിന്ന ഈ ദൂതന്മാർ ആ സ്ഥാനം മാറി. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം വിവാദ അധ്യായം ആ ചിലരുടെ പഠനത്തിൽ
അപ്പൊ ചില ആൾക്കാർ പറയുന്നത് ആ ദൂതന്മാർ ഇങ്ങോട്ട് വന്ന് പാപം ചെയ്തു, അങ്ങനെ പാപം ചെയ്ത ദൂതന്മാരെ പിടിച്ചു കെട്ടി ബന്ധിച്ചെന്നാ ചിലരുടെ പാട്. എങ്ങനാന്നേലും ഇപ്പൊ തർക്കവും മാറും ഒന്നും വേണ്ട. വെട്ടുകൊണ്ട ദൂതനാന്നേലും കൊള്ളാം, ഇനി കാവൽ നിന്ന ദൂതനാന്നേലും കൊള്ളാം, അല്ലെങ്കിൽ അതൊക്കെ മുമ്പുള്ള ദൂതനാന്നേലും കൊള്ളാം. ദൂതലോകത്തെ വിഷയം മുതലായി യൂദാ തുടങ്ങിയിരിക്കുന്നത്. ഞാനത് പറയാനായി ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഈ ലേഖനം 25 വാക്യങ്ങളുള്ള പോസ്റ്റുകാരനാണെങ്കിലും വിഷയം വളരെ ഗഹനമേറിയ വിഷയമാണ്. ഭൂതലോകത്തെ വിഷയം മുതൽ യൂദാ തുടങ്ങി. ഭൂതലോകത്തെ വിഷയം മുതൽ തുടങ്ങിയിട്ടോ അന്ത്യകാല വിഷയത്തിൽ കൊണ്ട് അവസാനിപ്പിച്ചു. 18 വാക്യം വായിക്കാം. 18 അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന്. അശ്വതി വായിക്കുന്നില്ലയോ? പേടിച്ചിരിക്കുക പാപം. ദൈവം ഈ മയക്ക് ഈ അമ്മാമയ്ക്ക് കൊടുക്കാൻ അമ്മാമ വായിക്കും ചടികനാണ്. മാമ കോവിഡിന്റെ സമയത്തൊക്കെ തിരുവല്ലയിലെ കൂട്ടായ്മയിൽ മാത്യു സാറും കർത്താവിന്റെ ദാസിയൊക്കെ വന്ന് ധാരാളം കൂട്ടായ്മകൾ കൂടി അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ ശുഭപാസ്റ്റു അമ്മാമ്മയെ മാറി മാറി മുഴുവൻ കുഞ്ഞും കിടക്കാന്നില്ല ഞങ്ങൾ കുഴി കഴിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെയാണ് യൂദാ തന്റെ ലേഖനത്തിൽ കൊടുത്തത്. 18 വാക്യത്തോട് വായിച്ചേ. 18 അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന്. ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന്. ലക്ഷണങ്ങൾ പലതാതിൽ ഒന്ന് ഭക്തികെട്ട മോഹം. ഭക്തിക്ക് യോജിച്ച മോഹമുണ്ട്, അത് താല്പര്യമില്ല. ഭക്തി കെട്ട മോഹമാണ് പലർക്കും ഇഷ്ടം. എന്റെ വിഷയമല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തോട്ടൊന്നും ഇപ്പൊ ഞാൻ കയറുന്നില്ല. സഭകളിലാന്നേലും കൂട്ടായ്മയിലാന്നേലും ഭക്തി കെട്ട മോഹത്തോടാ താല്പര്യം. ഭക്തിക്ക് യോജിച്ച മോഹമുണ്ട്, ഇല്ലേ? ഉണ്ട്. ഭക്തിക്ക് യോജിച്ച മോഹമുണ്ട്, ഭക്തിക്ക് ഇണങ്ങിയ ആഗ്രഹങ്ങളുണ്ട്. പെന്തിക്കോസുകാരാകുന്ന നമ്മളോടുള്ള ബന്ധത്തിൽ ഞാൻ പറയാം, ഭക്തിക്ക് യോജിച്ച മോഹമുണ്ട്. ഒരു യോഗത്തിന് വരുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ചത് യോജിക്കുന്നതാ. ഭക്തിക്ക് വെള്ളം അരിച്ചത് കൊണ്ടായില്ല, പക്ഷെ ഇത് ഭക്തിക്ക് യോജിക്കുന്ന. അന്നേരം പാട്ട് പാടാൻ പറ്റുക കറുത്ത ബനിയൻ ഇട്ടുകൊണ്ട്, അതാ ഭക്തി കെട്ടത്. മറ്റൊരു ഭക്തിക്ക് യോജിച്ചതാണ്. ഇപ്പോൾ ഈ ദൈവദാസൻ ദീക്ഷയുള്ളയാളാ, കുഴപ്പമില്ല. ചില എന്നും ക്ലിയർ ആക്കി വൃത്തിയാക്കുന്നുണ്ട്. ചിലതിന്റെ കൂറ താടിയായിട്ട് വന്നിരിക്കും, കണ്ട വെള്ളം പോലും കുടിക്കാൻ തോന്നുകയല്ല. താടി വെക്കുമോ വെക്കാതിരിക്കുക, രണ്ടാം ഉള്ളത് വൃത്തിയായിരിക്കണമെന്ന്. മീശ വെക്കുമോ വെക്കാതിരിക്കുവോ? പക്ഷെ മീശ വെക്കാത്തവൻ എന്തും രാവിലെ അതെഴുന്നേറ്റ് ക്ലീൻ ഷേവ് ചെയ്യുന്നതാ കുറച്ചുകൂടെ ഭക്തിക്ക് യോജിച്ചത്. ഇത് പഠിച്ച ഉടനെ ഭക്തിന് കൂടുവന്നല്ല, എല്ലാവർക്കും ബ്ലേഡ് കൊടുത്താ പോരെ. ോർക്കെല്ലാം 3 പാക്കറ്റ് കൊടുത്താൽ കീറിയേച്ച് പോകല്ല, ബ്ലേഡ് ഇല്ലാഞ്ഞിട്ട് കീറുന്നു. അപ്പൊ ഭക്തിക്ക് യോജിച്ചതുകൊണ്ട് ഭക്തി കെട്ടതുകൊണ്ട്. അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ് ഭക്തി കെട്ട മോഹങ്ങളെ. ഭക്തി ചുമ്മൻ ഭക്തി കേട്ടും ചേർത്തിളക്കി തരം പോലെ, ഭക്തി ചുമ്മൻ ഭക്തി കേട്ടു ചേർത്തിളക്കി തരം പോലെ, ചെപ്പട്ടിക്കളി നടത്തും സഭ്യരല്ല കള്ളന്മാര്, ചെപ്പട്ടിക്കളി നടത്തും സഭ്യരല്ല കള്ളന്മാര്. കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാവികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ, ഓ കൊണ്ടുവാ കൊണ്ടുവാ നീ സ്ത്രീജനത്തിൻ മിത്രമായി സൂപദേശം കൊടുക്കുന്ന സ്ത്രീജനത്തിൻ മിത്രമായി എന്റെ ഓണി വേണ്ടത് കൂട്ടണം. ഭക്തി ചുമ്മൻ ഭക്തി കേട്ടും ചേർത്തിളക്കി തരം പോലെ, ഭക്തി ചുമ്മൻ ഭക്തി കേട്ടും ചേർത്തിളക്കി തരം പോലെ, ചെപ്പട്ടിക്കളി നടത്തും സഭ്യരല്ല കള്ളന്മാര്, ചെപ്പട്ടിക്കളി നടത്തും സഭ്യരല്ല കള്ളന്മാര്. കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ. അപ്പൊ
ഞാൻ പാട്ട് പാടുമ്പം ഇതിന്റെ വോളിയം കുറയ്ക്കണം, ഞാൻ പുള്ളിക്ക് വായിക്കാൻ അവസരം കൊടുക്കുമ്പം അത് കൂട്ടിക്കോണം. നമ്മളൊരു ധാരണ നിൽക്കണം. ഇപ്പോഴത്തെ കൺവെൻഷൻ ഒക്കെ ചെന്നാലേ ഏത് പാട്ടാന്ന് പോലും തിരിയത്തില്ല. ഇതെല്ലാം കൂടെ അങ്ങോട്ട് വെച്ച് പെരുക്കി അടിച്ച് നിന്നെ പോലെ ഞാനും ജാവുലെ എല്ലാത്തിനെയും കാച്ചുവെന്നും പറഞ്ഞാ നിന്ന്. അപ്പൊ ഈ പാട്ട് ഏതാന്ന് പാട്ട് തെറ്റുന്നുണ്ടെങ്കിലും അറിയത്തില്ല. ഉപദേശ പശുവുള്ള പാട്ടാണെന്നും അത് ഇതിന്റെ മേളത്തിൽ അങ്ങ് പോവുക. നമ്മൾ പറയാം നല്ല, അങ്ങനെ വേണ്ട. അപ്പൊ ഈ പാടുന്ന പാട്ട് എന്താ ഉപദേശപരമായി യോജിക്കുന്നതാണോ, അതിന്റെ വരി, പദം, പദാനുപദം, പ്രയോഗം ഇതൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ അവസരം കൊടുക്കുമ്പോൾ അവര് വായിക്കണം. അങ്ങനെ പോയെങ്കിലേ ഇത് ദൈവം. മോന്റെ പേര് അപ്പൊ ശ്രദ്ധിക്കുക, പത്തികെട്ട മോഹങ്ങൾ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ അന്ത്യകാലത്ത് പരിഹസിക്കുകയല്ലേ, ആൾക്കാരെ പരിഹസിക്കുകയല്ലേ. വേറെ വസ്ത്രം പിടിച്ചോണ്ട് പോയ ഉടനെ പരിഹാസമല്ലേ, അല്ലേ? പരിഹസിക്കും. മീശ പഠിച്ച രണ്ടെണ്ണത്തിനെ കാണുമ്പോൾ നോട്ടം കണ്ടു. നമ്മൾ ചില മുക്കിനോ മൂലയ്ക്കോ ആ സുവിശേഷം പറയാൻ നിൽക്കട്ടെ, ഉടനെ ചിലര് മുണ്ടി ഇത്ര ഉള്ളു, എന്നാൽ അവനും ഇത്രേ ഉള്ളു, അത് പൊക്കിക്കും. അവനെ സൈഡിൽ നിന്ന് വണ്ണം വരുത്താലും കണ്ണിന്റെ ഭംഗിയും മായ കൊട്ടാരമായാലും വിട്ട് മതിയാകും കോട്ടയ്ക്കകത്തേക്കും മൃത്യുവല്ലും 10,000 നിലപൊക്കി പണിഞ്ഞാലും അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും. ആ കാലന്റെ കോലമായി മൃത്യു വരും, എന്റെ കാലും കൈയും കെട്ടി കൊണ്ടുപോകും. കാലന്റെ കോലമായി മൃത്യു വരും, എന്റെ കാലും കൈയും കെട്ടി കൊണ്ടുപോകാൻ. കണ്ണും വീഴിച്ചു നീ വായും പിളർന്നു മണ്ണോടു മണ്ണു ചേർന്നിടുമേ. അയ്യോ അയ്യോ എന്നു അന്ത്യസോരമോർത്തി അയ്യോ എനിക്കൊന്നും വേണ്ടവാനും. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു ദിവസം എന്നെയും നിന്നെയും മരണം പിടികൂടും. അപ്പൊ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ചോദിക്കുമ്പോ ഉള്ള ഇവര് പൊടിമീശ ഉള്ളത് പൊടി പിടിച്ചൊരു പിടി, അങ്ങനെ ഉണ്ട്. പരിഹസിക്കുകയല്ലേ. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ കമ്മല് മാല ഇടാമെന്ന് ചെന്നേ ഉടനെ ചിലര് പരിഹസിക്കുകയല്ലേ, പരിഹസിക്കും. ഇത് കാണുമ്പോൾ നീ അരയൊന്നും ചെയ്യരുത്, സ്വോത്രം പറഞ്ഞ് ദൈവത്തെ ബോധപ്പെടുത്തണം. അന്ത്യകാല ലക്ഷണമാണ്. അതിപ്പോ സഭയ്ക്കകത്തും പരിഹസിക്കും. ഉപദേശമാരുടെ കൂട്ടത്തിൽ അല്ലേ ലൂയ എന്ന നോട്ടമല്ലേ, ഈ പുള്ളിയും മിണ്ടുകയല്ല, ഊമന്നെത്തിയിരിക്കുക. ഏതായാലും കൊടുത്താൽ അല്ലേ ലൂയ. ആരാടാ ഇതിനകത്ത് കയറി? പരിഹാസമാണ്. അതെ, ഒരാളൊരു മറുഭാഷ പറഞ്ഞേ പരിഹാസമാണ്. അപ്പൊ അന്ത്യകാല ലക്ഷണമാണ്. ഞാൻ അധികം വിവരിക്കുന്നില്ല. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ യൂദ ലേഖനത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ലേഖനം വളരെ ഈടുറ്റ ആഴമേറിയ ലേഖനമാണ്. ഓടിച്ചു പറയാം. ഇനി ഈ ലേഖനത്തിന്റെ വേറൊരു വിശേഷത, വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകെ കൊടുത്തിരിക്കുന്നത്. അതിന് കാരണമുണ്ട്. നിത്യത എന്ന പദം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലേഖനം യൂദയുടെ ലേഖനമാണ്. 24, 25 തിരുവെടുത്ത് വായിച്ചാട്ട് 24, 25. നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനും മുമ്പും ഇപ്പോഴും സദാകാലം 2 പദം എഴുതി നൽകിയ സർവകാലത്തിനു മുമ്പും സദാകാലവും. ഈ 2 പദം നിത്യത എന്ന പദമാണ് അതിന്റെ അർത്ഥം, നിത്യത. അവൻ നിത്യത എന്ന പദം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലേഖനം യൂദയുടെ ലേഖനമാണ്. നിത്യത എന്ന് അന്ന് അല്പമെങ്കിലും വിസ്തരിച്ചിരിക്കുന്ന പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. അന്ന് നിത്യത എന്ന് പറഞ്ഞേച്ച് നേരെ വെളിപ്പാടിലോട്ട് കയറ്റുക. ദൈവങ്ങൾ നിത്യതയിൽ പോകും. അതാണ് നമ്മുടെ പ്രത്യാശ. ഇനി മാത്രമല്ല, ഈ ലേഖനത്തിന്റെ വേറൊരു വിശേഷത ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ. 40 എഴുത്തുകാര് ഏതാണ്ട് 1600 കൊല്ലം കൊണ്ട് എഴുതിയതായി പുസ്തകം, സത്യവേദ പുസ്തകം. പക്ഷേ 39 എഴുത്തുകാർക്കും വെളിപ്പെടാത്ത പ്രധാനപ്പെട്ട 2 വിഷയം യൂദയ്ക്കാണ് വെളിപ്പെട്ടത്. 39 എഴുത്തുകാർക്കും വെളിപ്പെടാത്ത പ്രധാനപ്പെട്ട 2 വിഷയം.
യൂദായിക്കാണ്. അത് ഒന്ന്, മോശയുടെ ശരീരത്തെ കുറിച്ച് തർക്കിച്ച് വാദിക്കുന്ന വിഷയം യൂദായിക്ക് വെളിപ്പെട്ടു. 9-ാം വാക്യം വായിച്ച 9-ാം വാക്യം 9. എന്നാൽ അപ്പോൾ മോശയുടെ ഉയർപ്പിനോടുള്ള ബന്ധത്തിൽ ശരീരത്തെ കുറിച്ച് പ്രധാന ദൂതനായ മീഖായേല് അവൻ പിശാചിനോട്, അവൻ സാത്താനോട് തർക്കിച്ച് വാദിക്കുന്ന വിഷയം യൂദയ്ക്കാണ് വെളിപ്പെട്ടത്. 39 എഴുത്തുകാർക്കും വെളിപ്പെട്ടില്ല. യെശയ്യാവ് 66 പുസ്തകം എഴുതി, പക്ഷെ 66 അധ്യായം എഴുതി, വെളിപ്പെട്ടില്ല. ഒറ്റ അധ്യായം എഴുതിയ പുള്ളിക്ക് വെളിപ്പെട്ടു. 150 സങ്കീർത്തനത്തിൽ ഏതാണ്ട് 100 സങ്കീർത്തനവും ഇസ്രായേലിന്റെ മധുരഗായകനാകുന്ന ദാവീദാണ് എഴുതിയത്, പക്ഷെ ദാവീദിന് വെളിപ്പെട്ടില്ല. പൗലോസ് ഏതാണ്ട് 14 ലേഖനം എഴുതി, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, പക്ഷേ പൗലോസിന് ഇത് വെളിപ്പെട്ടില്ല. യൂദയ്ക്കാ വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ കുറച്ചോ കൂടിയെന്നുള്ളതല്ല, ദൈവത്തിന്റെ മകത്ത് ഓരോരുത്തരെയും ദൈവം ഓരോ നിലയിലാണ് ഉപയോഗിക്കുന്നത്. പൗലോസിന് വെളിപ്പെടാത്തത് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പുള്ളിക്ക് പോലും വെളിപ്പെടാത്ത വസ്തുത അവൻ യൂദായിക്ക് വെളിപ്പെട്ടു. അവൻ എന്നെ കേൾക്കുന്ന പ്രിയരെ, അവൻ സ്തോത്രം, അവൻ മറ്റൊരാൾക്കില്ലാത്തത് ദൈവം നിനക്ക് തരും. മറ്റൊരാൾക്കില്ലാത്ത കൃപാവനം ദൈവം നിനക്ക് തരും. വേറൊരുത്തന് എല്ലാം നമുക്ക് വെളിപ്പെടണമെന്ന് പറഞ്ഞ് സഭയിലിരുന്ന എല്ലാം എനിക്ക് വെളിപ്പെടാവുള്ളൂ, വേറെ ആർക്കും വെളിപ്പെട്ട ഞാൻ അംഗീകരിക്കത്തു. അങ്ങനെ പിടിവാശിയുള്ള ആൾക്കാരുണ്ട്. ചില മെയിൻ പാസ്റ്റർമാരുണ്ട്, എല്ലാ കല്യാണവും ഞാൻ നടത്തണം. അതാ വേറെ സെൻട്രൽ പാസ്റ്റർമാരും പരിജ്ഞാനം കൊടുക്കുകയല്ല, മുമ്പിലെ ക്യാജാതെ മുഴുവൻ കല്യാണം. അതുകൊണ്ട് ആൾക്കാർ പ്രാഗില്ല, എനിക്ക് കല്യാണം നടത്താൻ അങ്ങനെ പറയുന്നില്ലെങ്കിലും അങ്ങനെ ഉണ്ട്. പിന്നെ ഉണ്ടെന്ന് നിങ്ങളെല്ലാവരും പരിശുദ്ധരായി. എല്ലാ കല്യാണവും ഞാൻ നടത്തണം, എല്ലാ ശവസംസ്കാരവും അതായത് ഡേറ്റ് വരെ മാറ്റുന്നുണ്ട്. അപ്പച്ചൻ വരാതെ മിണ്ടുന്നില്ല. എന്നാ മിണ്ടാന്ന് ദൈവത്തിന് മഹത്വം. അപ്പോൾ മറ്റ് പലർക്കും വെളിപ്പെടാത്ത വിഷയം യൂദയ്ക്കാ വെളിപ്പെട്ടത്. പ്രധാനമായിട്ട് മോശയുടെ ശരീരത്തെ പറ്റി തർക്കിച്ചു വാദിക്കുന്ന വിഷയം 39 എഴുത്തുകാർക്കും വെളിപ്പെട്ടില്ല, യൂദയ്ക്ക് വെളിപ്പെട്ടു. അതുപോലെ തന്നെ നമ്മൾ വായിച്ച കുർവാക്യത്തിൽ ഹാനോക്കിന്റെ വിഷയം, ഹാനോക്ക് പ്രവചിച്ച വിഷയം 39 എഴുത്തുകാർക്കും വെളിപ്പെട്ടില്ല, അത് യൂദയ്ക്ക് വെളിപ്പെട്ടു. 14-15 വാക്യം ഒന്നുകൂടെ വായിക്കാം. അവർ അപകൃതിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവർത്തികൾ നിമിത്തവും ഭക്തികെട്ട ഭാവികൾ തന്റെ നേരെ പറഞ്ഞ സകല നിട്ടൂരങ്ങൾ നിമിത്തവും ഭക്തികെട്ടവരെയും ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരുടെ കൂടെ വന്നിരിക്കുന്നെന്ന് പ്രവചിച്ചു. ഇത് യൂദായിക്ക് വെളിപ്പെട്ടു, വേറെ ആർക്കും വെളിപ്പെട്ടില്ല. അപ്പോൾ ഈ ലേഖനം വളരെ ഈടുറ്റ ലേഖനമാണ്. 25 വാക്യമുള്ളെങ്കിലും ആഴമേറിയ ലേഖനമാണ്. ഞാൻ 2 കാര്യം കൂടെ പറഞ്ഞ ആ ഭാഗം വിടാതെ ഒക്കൂ, എന്നിട്ട് വേറെ എടുത്ത വാക്യത്തോട് വരണമല്ലോ. ദൈവത്തിന്റെ മഹത്വം. ഈ യൂദയുടെ ലേഖനം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരൻ യൂദായാണ്. യൂദ തന്നെ പരിചയപ്പെടുത്തുന്നത്, ആ പരിചയപ്പെടുത്തൽ നിങ്ങൾ നോക്കുമ്പോൾ എല്ലാം വിവരിക്കുന്നില്ല. യൂദയുടെ വിനയം നല്ലൊരു വിനയമുള്ളതാണ് യൂദ. തൂങ്ങിച്ചത്ത യൂദ അല്ല, യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരൻ യൂദ. വിനയം, തന്റെ ആ വാചകത്തിൽ വിനയം അല്ലെങ്കിൽ തന്റെ ആ മനോഗതി കാണുന്നുണ്ട്. 1-ാം വാക്യം വായിച്ചേ. യേശുക്രിസ്തുവിന്റെ ദാസൻ തന്നെ പരിചയപ്പെടുത്തുക. യേശുക്രിസ്തുവിന്റെ ദാസൻ. യഥാർത്ഥത്തിൽ യൂദ ആരാ? യേശുക്രിസ്തുവിന്റെ സഹോദരൻ, അർത്ഥ സഹോദരനാണ്. പക്ഷെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാ? യേശുക്രിസ്തുവിന്റെ തന്റെ മനസ്സിലുണ്ടോ? യേശുക്രിസ്തുവിന്റെ ദാസൻ. ഞാനോ നിങ്ങളോ ഈ ലേഖനം യൂദയുടെ സ്ഥാനത്ത് ലേഖനം എഴുതെങ്കിൽ നമ്മൾ എഴുതാൻ പോകുന്ന എങ്ങനെയായിരിക്കും എഴുതുന്നത്? യേശുക്രിസ്തുവിന്റെ സഹോദരൻ എന്ന് എഴുതുകാരനെ പിന്നെയും കുറച്ച് മര്യാദ ഉണ്ട്. നമ്മൾ ഇങ്ങനെ എഴുതുള്ളൂ, ദൈവത്തിന്റെ അനിയൻ. കാരണം യേശുക്രിസ്തു ദൈവമാണ്, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു. അവിടുന്ന് നിത്യദൈവമാ, സത്യദൈവമാ, ഏകദൈവമാ, സാക്ഷാൽ ദൈവമാ, ജീവനുള്ളത് ദൈവമാണ്. അവിടുന്ന് മാത്രമാണ് ദൈവം. ദൈവം എന്നും നിരൂപിക്കേണ്ടോ, ദൈവം എന്നും നിരൂപിക്കേണ്ട. 100 ദൈവങ്ങൾ, സത്യദൈവം ഒന്നേയുള്ളൂ. 100 ദൈവങ്ങൾ,
സത്യദൈവം ഒന്നേയുള്ളൂ, ഏക സത്യദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യദൈവമേയുള്ളൂ, ഭൂവാസികളെ ഏക സത്യദൈവമേയുള്ളൂ. സ്പർശിപ്പാൻ അസാധ്യനായി, ദർശിപ്പാൻ പ്രത്യക്ഷനായി. സ്പർശിപ്പാൻ അസാധ്യനായി, ദർശിപ്പാൻ പ്രത്യക്ഷനായി. സർവരൂപികൾക്കാരൂപി, ഉർവിയിൽ തുല്യനില്ലാത്തോൻ. സർവരൂപികൾക്കാരൂപി, ഉർവിയിൽ തുല്യനില്ലാത്തോൻ. ഏക സത്യദൈവമേയുള്ളൂ, ഭൂവാസികളെ ഏക സത്യദൈവമേയുള്ളൂ, ഭൂവാസികളെ ഏക സത്യദൈവമേയുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ യേശുക്രിസ്തുവിന്റെ സഹോദരനാണ്. യേശുക്രിസ്തു ദൈവമാണ്. അപ്പൊ ഞാനോ നിങ്ങളോ ആ യൂദയുടെ സ്ഥാനത്ത് ഇരുന്ന് ഈ ലേഖനം എഴുതുന്ന സൂക്ഷം നമ്മൾ എഴുതുന്ന ഇങ്ങനെ ദൈവത്തിന്റെ അനിയനാകുന്ന യൂദ. ചില കാര്യം പിടിയുണ്ട്. അങ്ങനെ നമ്മുടെ ആൾക്കാർ ഒന്നുമില്ലാണ്ട് തന്നെ ചിലപ്പോൾ തെളിയോ കഴിഞ്ഞ പ്രകാരന്റെ കുടുംബത്തിലാണ് ഞാനും എന്താ പഠിക്കുക. ഞങ്ങളെല്ലാം കുടുംബക്കാരാണ്. പിന്നെ പി ജെ ദാനിയേൽ സാർ ഞങ്ങളുമെല്ലാം ഞാൻ തോമാച്ചനെ അറിയില്ല. TS-ആയിട്ട് TS-ന്റെ അനിയൻ ഉമ്മനെ പറയാൻ പറ്റിയോ കൂടെ പെങ്ങളെ അല്ലല്ലേ? പിന്നെ എനിക്കതൊക്കെ അറിയാം. കുടുംബക്കാരാണ്. പെന്തിക്കോസിൽ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം വലിയ പുള്ളിക്കാരാണ്, മറ്റവരെല്ലാം അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അത് ബന്ധം തെറ്റാനൊന്നുമല്ല. സ്തോത്രം. ബന്ധം പറയാനും ബന്ധം പിടിക്കാൻ കാശും പുത്തനും ഉണ്ടല്ലേ ബന്ധം ഉള്ളു കേട്ടോ. പിന്നെ കാശും പുത്തനും കളറും ഉണ്ടെങ്കിൽ നല്ല ബന്ധം വരുന്ന എല്ലാവരും ഉണ്ട്. സുഖത്തിലുണ്ടാകുമാരനേകർ. പിന്നെ കേട്ടിട്ടില്ലേ? അതാ സുഖത്തിലുണ്ടാകുമാരനേകർ, ദുഃഖം വരുമ്പോൾ പുനരാരില്ല. കാശും പുത്തനും കളറും ചുറ്റുപാടും ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ബന്ധുക്കാർ വരും. ഈച്ച കൂടും പോലെ കൂടും. പിന്നെ ആര്യമ്പുത്തനും കളറും പിടിക്കൊന്നുമില്ലെങ്കിൽ സ്വന്തം അനിയൻ പോലും നിന്നെ സ്വന്തം അനിയനായിരിക്കും. നമ്മൾ നിങ്ങളുടെ അനിയന് ഞാൻ പുള്ളിയെ കണ്ടിട്ടുണ്ട്. ചാരമുഖിലാണ് സ്വന്തം അനിയനാ. ഒരു ബന്ധവുമില്ലെങ്കിലും കാശും പുത്തനോട് എനിക്ക് എന്റെ കസിനാ, ഫസ്റ്റ് കസിൻ. അവനോട് ചോദിച്ചാൽ പറയാം എന്റെ അറിയത്തില്ല. അങ്ങനെ ചുമ്മാ ബന്ധം ഉണ്ടാക്കുന്ന ധാരാളം ആൾക്കാർ ഉണ്ട്. ആ ഭാഗം നമുക്ക് വിട്ടേക്കാം. അപ്പൊ ഞാനോ നിങ്ങളോ യൂദയുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ സൂക്ഷിച്ചെഴുതുന്നത് ഇങ്ങനെ ദൈവത്തിന്റെ അനിയനായ യൂദ. പക്ഷെ യൂദായുടെ മനോഗതി നോക്കിയേ, മനസ്സൻ യേശുക്രിസ്തുവിന്റെ ദാസൻ. ദാസൻ എന്നുള്ള ആശയം വരുന്നത് സെർവന്റ് എന്നുള്ള ഒരു ആശയമല്ല. ഞാനെപ്പോഴും സെർവന്റിന് നമ്മൾ ശമ്പളം കൊടുക്കും, ടൈമുണ്ട്, ശമ്പളമുണ്ട്. 8 മുതൽ 5 വരെ ഡ്യൂട്ടി, വീട്ടിൽ പോകാം, മാസം ഇത്ര ശമ്പളം. പക്ഷെ ഇത് ദാസൻ എന്നുള്ളത് അടിമയാണ്. അടിമയ്ക്ക് ശമ്പളമില്ല, ടൈമും ഇല്ല. ഒരു പാട്ട് പണ്ട് പാടി, എന്നെന്ന് ഞാൻ ജമസന പാട്ട് അറിയാം. എന്നെന്ന് ഞാൻ അറിയാമോ പാട്ട്? ഒരു വരി ഒന്ന് പാടി. എനിക്ക് അറിയാത്തതുകൊണ്ടാ. സാറിനറിയാവോ? അത് പാട്. അതാ പാടിക്കാൻ ഞാൻ വെള്ളം കുടിക്കാം. പാട്. എന്നെന്നും ഞാൻ നിന്നടിമ നിൻവകയാ, എന്നെന്നും ഞാൻ നിന്നടിമ നിൻവകയാ. മതി, ഇത്ര മതി, അതിന്റെ ആവശ്യമുള്ളൂ. എന്നെന്നും ഞാൻ നിന്റെ അടിമ. അടിമയ്ക്ക് ശമ്പളമില്ല, അടിമയ്ക്ക് ടൈമില്ല, അടിമയ്ക്ക് ഒരൊറ്റ ഉന്നമേ ഉള്ളൂ, യജമാനനെ പ്രസാദിപ്പിക്കണം. ആശയമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. യേശുക്രിസ്തുവിന്റെ അടിമയാണ്.
എനിക്ക് വേറെ ആരെയും പ്രസാദിപ്പിക്കുന്നത് താല്പര്യമില്ല, വേറെ ആരെ ശ്രദ്ധിക്കാറുമില്ല. ഒരടിമയും യജമാനോട് പോയാൽ അവിടെ പലരും വരും, പക്ഷെ അടിമയ്ക്ക് അവരാരും വിഷയമല്ല. യജമാനെ വീക്ഷിച്ചായിരിക്കുന്നത്, യജമാനൻ എപ്പോഴാണ് എഴുന്നേക്കുന്നത്, യജമാനന് വെള്ളം വേണം, യജമാനന്റെ ചിന്തയുണ്ട്, യജമാനന്റെ നോട്ടം, യജമാനന്റെ രീതി, എല്ലാ അടിമ എപ്പോഴും വീക്ഷിച്ചിരിക്കുക. നമ്മുടെ യജമാനൻ യേശുവാണ്. നമ്മുടെ നോട്ടവും ചിന്തയും നിരൂപണവും ചിന്തയും ഇച്ഛയും വികാരമൊക്കെ ആ നല്ല യജമാനനെ മാത്രമായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെടും. യജമാനനെ പ്രസാദിപ്പിക്കുക. മനോഗതി കണ്ടോ? മനോഗതി. യേശുക്രിസ്തുവിന്റെ ദാസന് അടിമയാണ് ഞാൻ. ഒരു മനോഗതി കൂടെ പറയാം, കൂടെ പറയാം. അതൊക്കെ നേരമുള്ളൂ. ദൈവത്തിന് മഹത്വം. 9 നിർത്തും. ചിലർ എന്നെ പറ്റി ഒരു ധാരണ, ഞാൻ ബോധവും വെളിവുള്ളവനല്ല. 9 എന്നൊക്കെ പറഞ്ഞാൽ 10 വരെ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദാസൻ, ദൈവത്തിന് മഹത്വം. അതിന് രണ്ടാമത്തെ ഒരു മനോഗതി 3-ാം വാക്യം വായിച്ചേ. 1-ാം വാക്യം മുതൽ താഴോട്ട് വായിച്ചോ. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനാകുന്ന യൂദാ പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു, യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും വിളിക്കപ്പെട്ടവരുമായ എഴുതുന്ന വാക്യം. സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. പ്രിയരെ, നമുക്ക് പൊതുവുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പറയുന്നവെങ്കിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിക്കപ്പെടുത്തുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ രക്ഷിതാവാകുന്ന യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അപക്വതരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്ന അവരുടെ ശിക്ഷാവധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പൊ അവിടെ വേറൊരു മനോഗതി. ഒന്ന്, ഞാൻ യേശുക്രിസ്തുവിന്റെ അടിമയാ, ബ്രദർ എന്നുള്ള ആശയമല്ല. ഞങ്ങളൊരു വീട്ടിലാ ജീവിച്ചത്, ഒരമ്മയുടെ ഉദരത്തിൽ നാം വന്നത്. എന്റെ ഭാഷയാ, ഒരു പായി കിടന്ന് ഒരു പാത്രത്തിൽ കഴിച്ച് ചിലപ്പോ ഡ്രസ് അന്യോന്യം മാറിയിട്ട് അങ്ങനെയൊക്കെ. പക്ഷേ എനിക്ക് ഒന്നറിയാം, ആദ്യം യേശുവിന്റെ സഹോദരന്മാർ യേശുവിനെ വിശ്വസിച്ചില്ലല്ലോ. ഇല്ല, അങ്ങനെ വാക്യമുണ്ട്. അവന്റെ സഹോദരന്മാരും അവന് യൂദാ, ശിമോൻ, യാക്കോബ് ഇവരാരും ആദ്യം വിശ്വസിച്ചില്ല. ഇങ്ങനെ വിശ്വസിക്കാനോ? അമ്മയൊന്നാ, പിള്ളേരെ നീ കൂടുതൽ ആടുവെന്ന് പറഞ്ഞില്ല, എല്ലാവരും ഒരു വയറ്റിൽ നിന്ന് വന്നതാ. എന്നാൽ ഈ ദൈവം കളിക്കേണ്ട കാര്യമൊന്നും പറയും. എത്ര വിശേഷം. പക്ഷേ ഒന്നും വിശ്വസിച്ചില്ല. പക്ഷെ വിശ്വസിക്കാൻ ഒരു മുഖാന്തരം ഉണ്ടായി. ക്രൂശീകരണ സമയത്ത് ഇവർ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇല്ല, അവരുടെ എന്താ? ദൈവമാണെന്ന് ക്രൂശ് കയറുവോടാ, ദൈവമാണെന്നെ ക്രൂശ കയറണോ? ഒറ്റ നോട്ടം നോക്കിയാൽ ദൈവമെല്ലാം ഭസ്മമാക്കിയല്ലേ. പണ്ടൊരുത്തന് വരം കൊടുത്തു, അവര് തപസ് ചെയ്തു, നിന്ന് തപസ് ചെയ്തു, പുള്ളി പ്രസാദിച്ചു. മത്സ എന്തോ വേണം. വർഷം പറഞ്ഞു, ഞാൻ ആരുടെയും തലയൊക്കെ വെച്ച് അവൻ ഭസ്മമാകണം. അയ്യോ, കൊടുക്കാന്ന് പറയുകയും ചെയ്തു. വാക്ക് മാറ്റാൻ പറ്റുമോ? വർഷന് വരം കൊടുത്തു, വർഷ നീ ആരുടെ തലയെ കൈവച്ചാലും ഭസ്മമാകും. വർഷം നേരെ തിരിഞ്ഞ് തന്ന പുള്ളിയുടെ തലയെ കൈവച്ച പുള്ളിയോ ഓടിയോ ഓട്ടം. മുക്കണ്ണൻ പിന്നെയും പാഞ്ഞു തുടങ്ങി, ഞാൻ മുപ്പുരം കണ്ടുമായി. അത് നേരെ തിരിഞ്ഞതാ. വരം തന്ന പുള്ളിയുടെ തലേ ഇത് ശരിയാവുമല്ലോ എന്ന് പരീക്ഷിക്കണ്ടേ? അങ്ങനത്തെ മത്സരന്മാരും ഉണ്ട്. മത്സരന്റെ കഴിഞ്ഞിപ്പോ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ സഹോദരന്മാർ ആദ്യം വിശ്വസിച്ചില്ല യേശുവിനെ. അവിടെ പേര് മർക്കോസ് 6:3 വായിക്കുക. ആരൊക്കെയാണ്? മർക്കോസ് 6:3. മർക്കോസ് 6:3. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദാ, ശിമോൻ. യാക്കോബ്, യോസെ, യൂദാ, ശിമോൻ എന്നിവരുടെ സഹോദരമായി തച്ചനല്ലയോ ഇവന്റെ സഹോദരിമാരും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ സഹോദരന്മാരുണ്ടേ, ഇവരാരും ആദ്യം വിശ്വസിച്ചില്ല. അങ്ങനെ വാക്യം. അവന്റെ സഹോദരന്മാരും അവന് വിശ്വസിച്ചില്ല. പിന്നെ വിശ്വസിച്ചത് എപ്പോഴാണെന്നറിയാം? ക്രൂശിക്ക് പീഡകൾ കൂടി പോയപ്പോഴും വിശ്വസിച്ചില്ല. ക്രൂശ് കയറിയപ്പോഴും പലരും വിശ്വസിച്ചില്ല. എന്നാൽ ക്രൂശീകരണം കഴിഞ്ഞ് കല്ലറയിൽ കൊണ്ട് അടക്കി കല്ലുമൊക്കെ ഉരുട്ടി മാറ്റി
ദൂതൻ സമയത്ത് വന്ന് കല്ല് തട്ടി മാറ്റി യേശു അവൻ ഉയർത്തു. കല്ലറ തുറന്ന വൻവഴിയെ തകർത്തു. കല്ലറ തുറന്നു വൻവഴിയെ തകർത്തു. വല്ലഭനായവനെ വല്ലഭനായവനെ ശ്രീയേശുവേ വന്ദനം ചെയ്തിടും. ഓ നിരന്തരം വന്ദനം ചെയ്തിടുമേ. ശ്രീയേശുവേ വന്ദനം ചെയ്തിടുമേ. സുതനെ രാജീവമകസനുമാമനുസുതനെ രാജസ്വമാനിതനെ രാജസ്വമാനിതനെ ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ. നിരന്തരം വന്ദനം ചെയ്തിടുവിൻ. ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ. ശ്രദ്ധിക്കേ. അപ്പൊ ഈ സമയത്തൊന്നും ഇവര് യേശുവിനെ വിശ്വസിക്കുന്നില്ല സഹോദരന്മാർ. കാരണം ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന് ഒരു വായി കിടന്നുറങ്ങുന്നു, ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുന്നു, ഒരു വീട്ടിൽ പാർക്കുന്നു. പിന്നെ അങ്ങനെ ദൈവം കളിക്കുന്നേ. എന്നാൽ എന്റെ ഭാഷ പറയാ, ഉയർത്ത് കഴിഞ്ഞപ്പോ കളി മാറി. ഉയർത്ത് കഴിഞ്ഞപ്പോ കളി മാറി. ഉയർത്ത് കഴിഞ്ഞപ്പോൾ ആദ്യം മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. അവൾ ആദ്യം തോട്ടക്കാരൻ എന്ന് സ്തോത്രം. മെതിയനുയായികൾക്കും പ്രത്യക്ഷമായി പ്രിയ ദിനമോദി. മെതിയനുയായികൾക്കും പ്രത്യക്ഷമായി പ്രിയ ദിനമോദി. ഉയർത്തനുണേറ്റൊരു വാർത്ത മത്സോദര വൃന്ദ കൊണ്ടറിയിക്കുമേ. സ്വർലോകരാജൻ സ്വർലോകരാജൻ സ്വർലോകരാജൻ. അത് പിടിച്ചു വരുമ്പോ ഞാൻ പാട്ട് നിർത്തും, കാരണം സമയമില്ല. അതുകൊണ്ട് ഇനിയിപ്പോ അവിടെ ഇരുന്നു എന്റെ പറഞ്ഞ. അപ്പൊ ശ്രദ്ധിച്ചേ, നേരമില്ലാത്തതുകൊണ്ടാണ്. അല്ല 10:30 വരെയൊക്കെയാണ് ഞാൻ വായിക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആദ്യം മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു, പിന്നെ കേവാമിന് പ്രത്യക്ഷപ്പെട്ടു, പിന്നെ 12 11 ഒക്കെ പ്രത്യക്ഷപ്പെട്ടു. പൗലോസ് പറഞ്ഞു ഒടുവിൽ അകാല പ്രജ പോലുള്ള അങ്ങനെ പ്രത്യക്ഷപ്പെട്ട കൂട്ടത്തിൽ യാക്കോബിനും പ്രത്യക്ഷപ്പെട്ടു. വായിച്ചേ 15-ാം അധ്യായത്തിന്റെ 3 മുതൽ വായിച്ചു. എല്ലാം വായിക്കാൻ നേരമില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3 മുതൽ താഴോട്ട് വായിച്ചേ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3 മുതൽ ഇടതുവശത്തെ താഴെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ടു. തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി. അവിടുന്ന് പ്രത്യക്ഷനായി. പിന്നെ എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചു തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. പിന്നെ മിക്കവാറും ഇന്നുവരെ ജീവനോട് ലേഖനം എഴുതുമ്പോഴും കുറച്ചുപേര് ജീവനോട് ഇരിപ്പുണ്ടെന്ന്. പിന്നെ അനന്തരം അവൻ യാക്കോബിനും അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും അവൻ യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിന് മഹത്വം. ആദ്യം ഈ സഹോദരന്മാര് വിശ്വസിച്ചില്ല. അവിടുന്ന് തിരുമരണം നടക്കുമ്പോഴും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഉയർത്ത് കഴിഞ്ഞപ്പോ കളിമാണ്. ഉയർത്ത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. വിസ്തരിച്ചെഴുതിയിട്ടില്ലെങ്കിലും യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ യാക്കോബ് വീട്ടിൽ വന്ന് യൂദയോടും ശിമോനോടും പറഞ്ഞു, എടേ നമ്മൾ ഉപയോഗിച്ച പോലൊന്നും അല്ല, ആള് ദൈവമാണെന്ന് പറഞ്ഞു. കൊച്ചേട്ടൻ എങ്ങനെ മനസ്സിലായെന്ന് സൂക്ഷിച്ച് എനിക്ക് വെളിപ്പെട്ടത്. എന്റെ അടുക്ക വന്നടാ. കൊച്ചേട്ടൻ കണ്ടു. പിന്നെ വിലാപ്പുറത്ത് അതുപോലെ കയ്യിലെ ആണിപ്പാടൊക്കെ ആണികളെ പാണികളാലെ ആണികളെ പാണികളാലെ അനുദിനവനെ നടത്തിയിടുന്നു. അനുദിനവനെ നടത്തിയിടുന്നു. ഉലകിലെല്ലാരും പ്രതികൂലമാകിലും ഉലയുകയില്ല, ഞാൻ പതറുകില്ല. ഉലകിലെല്ലാരും പ്രതികൂലമാകിലും ഉലയുകയില്ല, ഞാൻ പതറുകില്ല.
ഉയരുള്ള നാളെല്ലാം ഞാനവനായി ഉണർന്നു വിശ്വാസത്തിൽ വേല ചെയ്യും. ഉയരുള്ള നാളെല്ലാം ഞാനവനായി ഉണർന്നു വിശ്വാസത്തിൽ വേല ചെയ്യും. ആണികളേറ്റ പാണികളാലെ ആണികളേറ്റ പാണികളാലെ അനുദിനം അവനെന്നെ സഹോദരന്മാരോട് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിച്ചതുപോലല്ല. അവിടുത്തെ ആണിപ്പാടും ഞാൻ കണ്ടു, അവിടുത്തെ വിലാപ്പുറത്ത് അവൻ തുളച്ചതും ഞാൻ കണ്ടു. അവൻ നമ്മൾ ഓർത്തത് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ വന്ന് നമ്മുടെ ഒരു സഹോദരനാ, ശരിയാ, പക്ഷെ ആ സഹോദരനാണെങ്കിലും അങ്ങനല്ല. അവിടുന്ന് ദൈവമാണ്, അവിടുന്ന് സത്യദൈവമാ, നിത്യദൈവമാ, ഏകദൈവമാ, സാക്ഷാൽ ദൈവമാ, ജീവന ദൈവമാ. അവിടുന്ന് മാത്രമാ ദൈവമാ. ഈ യാദോവിന് വെളിപ്പെട്ടു. യാദോവ് സഹോദരന്മാരോട് പറഞ്ഞു, നിനക്ക് വെളിപ്പെട്ട കാര്യം നീ പറഞ്ഞല്ല, പന്നിയിരിക്കരുത്. നീ നമ്മുടെ പിള്ളേരും കൂടെ ഒരു ചെറിയ നമ്പർ കുമ്മനാട്ട് മേടിച്ച് തീ കത്തിക്കാന് അവരെ അംഗീകരിക്കുവോ അംഗീകരിക്കാതിരിക്കോ, പക്ഷെ അത് ഓടി വന്നത് പറയണം. ഇത് നിർബന്ധിച്ച് ഇത് മതം മാറ്റുമൊന്നുമല്ല, നിർബന്ധമൊന്നുമല്ല, ആളെ കുറിച്ചല്ല. പക്ഷെ ഉള്ള കാര്യം പറഞ്ഞിരിക്കട്ടെ, ഇഷ്ടമല്ല അംഗീകരിക്കട്ടെ. ഇത് സമ്മർദ്ദമോ ഭീഷണിയോ ഗുണ്ടായിസോ വടിവാൾ കിടക്കിയ ചിക്കനോ അങ്ങനൊന്നുമല്ല. ഉച്ച കഴിയുമ്പോ വടിവാൾ എടുത്തേച്ച് പറയടാ ഇല്ലേന്ന്. ഇത് അങ്ങനൊന്നും വരും. ഇത് വടിവാളും വേണ്ട, നെഞ്ചത്തും വേണ്ട, ഇടികട്ടും വേണ്ട, മുളകുപൊടിയും വേണ്ട, നാടമോ അങ്ങനെ അതിന്റെ അങ്ങനത്തെ മാർഗമല്ലല്ലോ ഇത്. ഇത് അങ്ങനത്തെ മാർഗമല്ല. ഇത് ഞങ്ങൾ വിളിച്ചു പറയുക, നിനക്ക് ഇഷ്ടമുണ്ട് അംഗീകരിച്ചാൽ നിനക്ക് രക്ഷയാ. ഇത് നിർബന്ധമല്ല, സമ്മർദ്ദമല്ല, മതം മാറ്റുകല്ലെന്ന് അവൻ കാര്യം അനുഭവിക്കുന്ന സത്യമായി പറയുന്നത്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന അതിൽ സന്തോഷം നമ്മുടെ ഹൃദയത്തിലുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്രയോ ആനന്ദമേ, ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിൽ ആനന്ദമേ. ഓ മാതാവിൻ മക്കളിൽ ബന്ധുക്കളിൽ പോലും ഞാനവനല്ലാത്ത ആനന്ദമേ, മാതാവിൻ മക്കളിൽ ബന്ധുക്കളിൽ പോലും അല്ലാത്തൊരാനന്ദമേ. മഞ്ചരീരമുടേക്കുന്ന നേരം പിൻകരീരം നമുക്കേകിടുമേ, ഈ മഞ്ചരീരം ഉടേക്കുന്ന നേരം പിൻകരീരം നമുക്ക് അല്പകാലം കൂടെ മുഖം കൂട്ടിനാണ്. എപ്പോഴും സന്തോഷം സന്തോഷം നൽകുന്ന ആനന്ദമേ, പരമാനന്ദമേ. എപ്പോഴും സന്തോഷം സന്തോഷം നൽകുന്ന ആനന്ദമേ, പരമാനന്ദം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കാര്യം വിളിച്ചു പറയാന്നുള്ളതാണ്. ഇഷ്ടമുണ്ട് അംഗീകരിക്കുക. ഇത് നിർബന്ധമല്ല, സമ്മർദ്ദമല്ല, മതം മാറ്റമൊന്നുമല്ല. കാര്യം പറഞ്ഞു തരിക. ഇഷ്ടമുണ്ട് അംഗീകരിച്ചാൽ മതി. ദൈവത്തിന് മഹത്വം. പക്ഷെ ഇതാ ഇതിന്റെ സത്യം. ഇതാ യാതോ പറയുന്നു, സത്യമായിട്ട് എനിക്ക് വെളിപ്പെട്ട് കണ്ടു. അവിടുന്ന് ദൈവമാണ്. ദൈവത്തിന്റെ മഹത്വം. അവിടെ മുമ്പോട്ട് ഓടിച്ചു പറയാം. അപ്പൊ ഈ സ്വന്തം സഹോദരനാണ് ഈ അദ്ദേഹത്തിന്റെ മനോഗതി. അതാണല്ലോ പറഞ്ഞത്, അതുകൂടെ പറഞ്ഞത്. അപ്പം മനോഗതി ഇതാ. ഒന്ന്, യേശുക്രിസ്തുവിന്റെ ദാസൻ. അതാ ചിന്ത. ദാസൻ അടിമയാണ്. ഞാനും യേശുവും ഒരു കുടുംബത്തിലാ പറന്നത്. ഒരമ്മയാ ഞങ്ങളെ പ്രസവിച്ചത്. പക്ഷേ എഴുതി വന്ന പറയാ, മൂന്നാം വാക്യം ഒന്നുകൂടെ വായിച്ചേ നിങ്ങളിൽ ആരെയും. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് ഞാൻ യേശുക്രിസ്തുവിന്റെ സഹോദരനാ. ഞങ്ങൾ കുടുംബക്കാരാ. ഞങ്ങള് കുടുംബക്കാരാ. പക്ഷേ കുടുംബക്കാരാകുന്ന ഞങ്ങൾക്കൊരു പ്രത്യേക രക്ഷയും, കുടുംബത്തിൽ പിറക്കാത്ത നിങ്ങൾക്കൊരു പ്രത്യേക രക്ഷയല്ല. നമുക്കെല്ലാം കൂടെ ഒറ്റ രക്ഷയാ, പൊതുവിലുള്ള രക്ഷ. മനസ്സിലാകുന്നുണ്ടോ? നമ്മളൊക്കെ അങ്ങനെ പറയത്തില്ല, ഞങ്ങൾ കുടുംബക്കാരാ മാസ്റ്ററെ. ഉമ്മ ബദലിട്ട് ഇങ്ങനെ വെട്ടിക്കുക. ഏത് കുടുംബക്കാരൻ? ഞങ്ങൾ പണിക്കൊരു വീട്ടിൽ, ഞങ്ങൾ തയ്യിൽ ആയിക്കോട്ടെ, ഞങ്ങൾ വൈദ്യൻ ഫാമിലിയാണ്, ഞങ്ങൾ മുതലാളി ഫാമിലിയാ ആയിക്കോട്ടെ, ഞങ്ങളെ കളിയിക്കലയാ.
നിങ്ങളിതൊന്നും കേട്ടിട്ടില്ല. കായംകുളം സൈഡിൽ പഠിച്ച ഞങ്ങൾ വാരണപ്പള്ളിയിലാണ്. കേട്ടിട്ടില്ലേ? ഇല്ലേ? കായംകുളമല്ലേ? കേട്ടിട്ടില്ലേ? മാത്യു സാർ കേട്ടില്ലേ? വാരണപ്പള്ളി മീനത്തല്ലേ? വാരണപ്പള്ളിയിലേക്കും വരണതി മീനത്തരി തന്നിലും അറ്റണയ്ക്കും വെളിക്കും മീനത്തരി കല്ലിച്ചെരി തനിക്കും വെക്കമായ ആളയക്ക മീനത്തരി തന്നെ. കേട്ടില്ലേ? അവർ ഞാൻ പാടുക ഞങ്ങൾ പ്രധാനപ്പെട്ട കുടുംബങ്ങളെ അങ്ങനെ ഓരോ നാട്ടിലുമുണ്ട്. ഞങ്ങൾ പകലോ മറ്റത്തെയാ ആയിക്കോട്ടെ, നിങ്ങളോ ഞങ്ങൾ ഇരുട്ടോ മറ്റത്തെയാ, അത് പകലോ മറ്റോ മറ്റത്. ഞങ്ങൾ കാളികാവാ, മറ്റതോ അത് കള്ളിയാണ്. ഞങ്ങൾ ശങ്കരപുരിയ, അവരോ ശങ്കരമംഗലം. അങ്ങനെ പെന്തിക്കോസ് വന്നിട്ട് കുടുംബശ്രേഷ്ഠത പറയുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ചില ആൾക്കാർ കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ് വരെ കളിക്കുന്നവരുണ്ട്. ഇല്ലേ? രണ്ട് കാര്യം പാരും ഇവിടെ വരുമ്പോ പറയാം നമ്മളെല്ലാം ഒരു കുടുംബത്തിന്റെ അല്ല. യാക്കോബ് പറയുക ഞങ്ങളെല്ലാം ഞങ്ങൾ കുടുംബക്കാരാണ്. യൂദ കുടുംബക്കാരാണ്. യേശുവും യാക്കോബും യൂദയും ശിമോനും ഞങ്ങൾ കുടുംബക്കാരാണ്. അപ്പൊ കുടുംബക്കാരാകുന്ന ഞങ്ങൾക്കൊരു പ്രത്യേക രക്ഷയും കുടുംബക്കാരല്ലാത്ത നിങ്ങൾക്കൊരു പ്രത്യേക രക്ഷയല്ല. കുടുംബത്തിൽപ്പെട്ട ഞങ്ങളും കുടുംബത്തിലല്ലാത്ത നിങ്ങൾക്കുമല്ല, നമുക്കെല്ലാം ഒരൊറ്റ രക്ഷ. അത് പൊതുവിലുള്ള രക്ഷ. അത് യേശു ക്രിസ്തുവിൽ കൂടി മാത്രം, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, ഒരേ ഒരു വഴി, അത് നസറയനാകുന്ന യേശു. ഇതാ ഈ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇനി ഞാന് അങ്ങനെ പറഞ്ഞാൽ ഇന്ന് വെളുപ്പോളം ഞാൻ നിൽക്കും. നിങ്ങൾ ചെന്ന് വേണേ ഇരുന്നും തരും, പിന്നെ പോകുമ്പോ പറയും ഞാൻ പറഞ്ഞില്ല ഏടാ തൊഴിലതാണ്, അത് നിങ്ങൾ പറയും. അതുകൊണ്ട് ഞാൻ അങ്ങ് അടങ്ങ വായിച്ച വാക്യത്തോട് കൂറുപോലെ നിർത്താം. വായിച്ചേ കുറുവാക്യം 14-15. ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക്. ഇവിടെ ഏഴാമൻ ഹാനോക്ക്. ഏഴാമൻ ഹാനോക്ക് എന്ന് പറയാൻ കാര്യം ആദാം മുതൽ അങ്ങോട്ട് എണ്ണി വന്നപ്പോ 7-ാം തലമുറയിൽപ്പെട്ട ഹാനോക്ക്. 7-ാമൻ ഹാനോക്ക് എന്ന് പറയാൻ കാര്യം വേറെ ഹാനോക്കുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 16 മുതൽ പഠിക്കുമ്പോ കയീന്റെ മകൻ ഒരു ഹാനോക്കുണ്ട്. ഉൽപ്പത്തി 4-ാം അധ്യായത്തിന്റെ 16 പെട്ടെന്ന് വായിച്ചു. ചടികടാന്ന് വായിക്കണം. അങ്ങനെ കൈ യഹോവയുടെ സന്നിധിയിൽ വിട്ട് പുറപ്പെട്ട ഏതെങ്കിലും ദേശത്തിൽ നിന്ന് പാർത്തു കൈതന്റെ ഭാര്യയുമായിട്ട് ജീവിതം ആരംഭിച്ചു. അവൾ പ്രസവിച്ച് ആരെ? ഹാനോക്കിനെ പ്രസവിച്ചു. ഇത് ആദാം, കയീൻ, ഹാനോക്ക്, 3-ാമൻ ഹാനോക്ക്. യൂദാവിനെ എടുത്ത് വായിച്ചത് 7-ാമൻ ഹാനോക്ക. കാരണം ആദാമിന് ഷേത്തിൽ കൂടി സന്തതി ജനിച്ചു. ആദാം, ഷേത്ത്, ഏനോശ്, കേനാൻ, മഹലൽ, യാരദ്, മഥൂശലേക്ക്, യാരദ്, മഥൂശലേക്ക്, നോഹ. അങ്ങനല്ലേ? അപ്പൊ അവൻ ശ്രദ്ധിക്കുക, അത് ഷേത്തിന്റെ തലമുറയാ. 4-ാം അധ്യായത്തിന്റെ ഒടുവിൽ ഷേത്തിന്റെ തലമുറയെ പറ്റി പറയുന്നുണ്ടല്ലോ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 5-ന്റെ മേളിൽ ചെറിയൊരു കണ്ണിക. ആദാം തന്റെ ഭാര്യയുമായിട്ട് ജീവിതം ആരംഭിച്ചു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചെന്ന. കയ്യിൽ വന്ന ഹാമലിന്റെ പകരം ദൈവം എനിക്കൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞവന് ഷേത്ത് എന്ന് പേരിട്ട് ഷേത്തിന്റെ മകൻ ജനിച്ചു ഏനോശ്. അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന. അപ്പോൾ ഇത് ആരാധിക്കുന്ന തലമുറ. ഏതാ ഇത്? ആരാധിക്കുന്ന തലമുറ. ആ തലമുറയിൽ പെട്ടതാണ് ആദാം, ഷേത്ത്, ഏനോശ്, കേനാൻ, മഹലൽ, യാരദ്, ഹാനോക്ക്. 7-ാമൻ ഹാനോക്ക്. മറ്റേത് ആദാം, കയീൻ, ഹാനോക്ക് 3-ാമൻ. ആ 3-ാമൻ ഹാനോക്കിന് പിന്തുടർച്ചയുണ്ട്. കയീനിന്റെ മകൻ ജനിച്ചു ഈരാദ്. വായിച്ചേ, കയീന്റെ മകൻ ഈരാദ്. ഹാനോക്കിന് ഈരാദ് ജനിച്ചു. മെഥൂശലഹിനെ ജനിപ്പിച്ചു. മെഥൂശലഹിൽ ലാമെക്കിനെ ജനിപ്പിച്ചു. അത് 7-ാമൻ ലാമെക്ക്. ഇത് കയ്യിന്റെ സന്തതിയാ. 1 യോഹന്നാൻ 3:12 കയ്യിൽ ദുഷ്ടൻ എന്നുള്ളതായ. അപ്പൊ ഇത് ദുഷ്ടവംശം, മറ്റേത് ആരാധിക്കുന്ന വംശമാണ്. അപ്പോൾ ഈ ദുഷ്ടവംശമാണ് ആദാമിന്റെ തലമുറയിൽ 2 വംശമാണ്. അത് ആദാം, കയീൻ, ഹാനോക്ക്, ഈരാദ്, മഹൂയയേൽ, മഥൂശയേൽ,
ലാമേക്ക്, ഏഴാമൻ ലാമേക്ക് ദുഷ്ട തലമുറ. മറ്റാൾ ആരാധിക്കുന്ന തലമുറ ആദാം, ശേത്ത്, ഏനോശ്, കേനാൻ, മഹലൽ, യാരദ്, ഹാനോക്ക്. അത് ഗുണപ്പെട്ടത്. ഇങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞത്, ഒന്ന് ആരാധിക്കുന്ന തലമുറയിൽ, ഇപ്പറേ അടി ഉണ്ടാക്കുന്ന തലമുറയിൽ. കാരണം കയ്യും കാവേലിനെ കൊന്നു. എല്ലാം മിക്ക സഭകളിൽ ഈ രണ്ട് വകുപ്പുണ്ട്. ആരാധിക്കുന്ന ഗ്രൂപ്പുണ്ട്, ഇല്ലേ? നിങ്ങൾ എന്തേലും ഒന്ന് വാ തുറന്ന് പറ. അതോ അവരിലൂടെ വന്നുകൊണ്ട് മേടിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവർ വേണം പറയാം, ഭാഷ പറഞ്ഞാൽ ഞാൻ കണ്ടു, ഞായറാഴ്ച അങ്ങ് വാ, അത് മേടിച്ച് ഇരിക്കുകയാണ്. അത് അവരുടെ വണ്ടിയിലാണോ വന്നേ? അപ്പൊ എല്ലായിടത്തും ഉണ്ട് ആരാധിക്കുന്ന തലമുറയും അടിയുണ്ടാക്കുന്ന തലമുറയും. അടിയുണ്ടാക്കുന്ന തലമുറയിൽ ഏഴാമന ലാമക്ക്, ആരാധിക്കുന്ന തലമുറയിൽ ഏഴാമന ഹാനോക്ക്. അപ്പൊ ഒന്നാമത്തെ ഹാനോക്ക് ഏഴാം തലമുറക്കാരൻ ഹാനോക്ക്, മറ്റേ ഹാനോക്ക് മൂന്നാം തലമുറക്കാരൻ ഹാനോക്ക്. ഇനിയുണ്ട് വേറെ ഹാനോക്ക്. യാക്കോബിന്റെ മക്കളിൽ മൂത്തവനാണല്ലോ രൂബേൻ. രൂബേനിന് മൂത്ത ചെറുക്കനുണ്ടായി, അവന്റെ പേര് ഹാനോക്ക് എന്ന്. വായിച്ച് ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1-2 വാക്യം ആദ്യം വായിക്കണം. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1-2. ഇസ്രായേലിന്റെ ആദിജാതനായ രൂപൻ, അവനല്ലോ ആദിജാതൻ. പിന്നെ മതി, അത് മതി, അടുത്തത് വേണ്ട. ഈ രൂപനൊരു മകനുണ്ടായിരുന്നു, അവന്റെ പേര് ഹാനോക്ക് എന്ന. 3-ാം വാക്യം വായിച്ചേ. 4-ാം വാക്യം. ഇസ്രായേലിന്റെ ആദിജാതനായ രൂബേന്റെ പുത്രന്മാർ. രൂപേന്റെ പുത്രന്മാർ ഹാനോക്ക്. അപ്പൊ മൂന്നാമത്തെ ഒരു ഹാനോക്ക്. ഒന്നാമത്തെ ഹാനോക്ക് ഏഴാമൻ ഹാനോക്ക്, രണ്ടാമത്തെ ഹാനോക്ക് മൂന്നാമൻ ഹാനോക്ക്. ഇവിടെ ഒരു ഹാനോക്ക് രൂപേന്റെ മൂത്ത മകനൊരു ഹാനോക്ക്. ഇനി ഒരുത്തനൂടെ ഉണ്ട്. അബ്രഹാമിന് ഹാഗാറിൽ കൂടി ജനിച്ച തലമുറ ഇശ്മായേല്. അബ്രഹാമിന് വാറ്റത്തെ പ്രകാരം സാറയിൽ കൂട്ടി കിട്ടിയത് ഇസഹാക്ക്. അതല്ലാതെ അബ്രഹാമിന്റെ ഭാര്യ കെതൂറ. കെതൂറയ്ക്ക് 5-6 പിള്ളേരുണ്ടായിരുന്നു. 4-ാമത്തവനാ മിദ്യാൻ. മിദ്യാന് 3-4 പിള്ളേരുള്ളതിൽ അതിലെ 3-ാമത്തവൻ ഒരു ഹാനോക്ക്. വായിച്ച് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിന്റെ 1-2 വാക്യം ആദ്യമായി. അബ്രഹാമിന്റെ ഭാര്യയാണ് കെതൂറ. അവൾ സിമ്രാൻ, യോക്താൻ, മിദ്യാൻ. ഒന്നുകൂടെ വായിച്ചേ ദൈവദാസി. അവൾ സിമ്രാൻ, യോക്താൻ, മിദ്യാൻ. അപ്പൊ 4-ാമത്തവനാണ് മിദ്യാൻ. ആരാ? അബ്രഹാമിന്റെ കെതൂറയിൽ കൂടി ജനിച്ച 4-ാമത്തെ പുത്രൻ മിദ്യാൻ. മിദ്യാന് 3 പേരുണ്ട്. അതിൽ 3-ാമത്തവനൊരു ഹാനോക്കുണ്ട്. 4-ാം വാക്യം വായിച്ചേ. മിദ്യാന്റെ പുത്രന്മാർ. ഹാനോക്ക്. മതി. അപ്പൊ ഇത് വേറൊരു ഹാനോക്ക. ഇനിയുണ്ട്. ഈ ഇരിപ്പിരിക്കുന്നതുകൊണ്ട് അത്ര അറിഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഞാൻ 2 കൂടെ പറയാറുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 7-ാമൻ ഹാനോക്ക് എന്ന് പറയാൻ കാര്യം, ആ ഹാനോക്കിനെ പറ്റിയാണ് യൂദാ പറഞ്ഞിരിക്കുന്നത്. 7-ാമൻ ഹാനോക്ക് ഓടിച്ച് അവസാനിപ്പിക്കുക, ഇടക്കത്തെ ഭാഗമെല്ലാം അങ്ങ് വിടുക. ഹാനോക്കിന്റെ ഒരു പ്രത്യേകത, ഹാനോക്ക് പ്രവചിച്ചു. എന്താണ് ഹാനോക്ക് പ്രവചിച്ചത്? സാധാരണ പഠിപ്പിക്കുന്നത് 2 കാര്യമാണ് പ്രവചിച്ചത്. ഒന്ന്, വെള്ളപ്പൊക്കം വരും. 2, 1000 വിശുദ്ധന്മാരോടുകൂടെ കർത്താവ് വരുന്നു. ഈ 2 കാര്യം ഹാനോക്ക് കണ്ടെന്നാ വേദപണ്ഡിതാക്കൾ അഭിപ്രായപ്പെടുക. അങ്ങനെ തന്നെ 2 കാര്യം കണ്ടു. ഒന്ന്, വെള്ളപ്പൊക്കം കണ്ടു. വെള്ളപ്പൊക്കം ആരുടെ കാലത്താണ്? ഉറക്കെ പറ. നോഹയുടെ കാലത്ത്. നോഹയ്ക്ക് എത്ര വയസ്സുള്ളപ്പം? ആരാണ് ഇവിടെ പറഞ്ഞത്? ഉറക്കെ പറ. 600-ാമത്തെ വയസ്സിൽ, നോഹയ്ക്ക് 600 വയസ്സുള്ളപ്പോഴാണ് വെള്ളപ്പൊക്കം ഉണ്ടായത്. ഹാനോക്കിന്റെ മകൻ പറ മധൂശാലേഖിന്റെ മകൻ. ഇച്ചിരി താമസിച്ച വിടുന്നോട് പറയാത്തത് കൊണ്ട് ചോടിരുന്നേച്ച് പോയാൽ മതി. കരികടന്ന് പറഞ്ഞിരുന്ന നേരത്തെ വിട്ടാൻ. ലാമക്കിന്റെ മകൻ നോഹ. ആദാം, ശേത്ത്, ഏനോശ്, കേനാൻ, മഹലൽ, യാരദ്, ഹാനോക്ക്, മധൂശാലേഖ്, ലാമക്ക്, നോഹ. 10 തലമുറയാ.
കള്ളമൊന്നുമല്ല. അപ്പോൾ ഹാനോക്കിന്റെ മകനാണ് മധൂശാലേഖൻ. മധൂശാലേഖന്റെ മകൻ ലാമേക്ക്. ലാമേക്കിന്റെ മകൻ നോഹ എന്ന് പറഞ്ഞാൽ തന്റെ മകൻ മധൂശാലേഖന്റെ മകന്റെ മകൻ, തന്റെ കൊച്ചുമകന്റെ മകന്റെ കാലത്ത് വരാൻ പോകുന്ന വെള്ളപ്പൊക്കം ഹാനോക്ക് ആത്മാവിൽ കണ്ടു. കൊച്ചുമകന്റെ മകനാകുന്ന നോഹയുടെ കാലത്ത് വരാൻ പോകുന്ന ജലപ്രളയം ഹാനോക്ക് ആത്മാവിൽ കണ്ടു. അത് കണ്ടാച്ചാ മെതൂശലഹ് എന്ന് പേരിട്ടത്. വാക്കിന്റെ അർത്ഥം ഇവന്റെ കാലത്തിന് ശേഷം അത് സംഭവിക്കും, വെള്ളപ്പൊക്കം. ഈ വെള്ളപ്പൊക്കം ഹാനോക്ക് കണ്ടു ആത്മാവിൽ. വെള്ളപ്പൊക്കത്തിന്റെ കാര്യമൊന്നും ഞാൻ അധികം പറയുന്നില്ല. വെള്ളം പൊങ്ങി. നോഹയാണെങ്കിൽ നെടുകാണ് പ്രസംഗിക്കുക, എടാ ബേബി വെള്ളപ്പൊക്കം വരുന്നുണ്ട്, പെട്ടത്തിൽ കയറിക്കോണാണ്. എന്നുവെച്ചാ വെള്ളപ്പൊക്കം വരുന്നുണ്ട്. നോഹയുടെ പ്രസംഗം ഇതാ, എടേ വെള്ളപ്പൊക്കം വരുന്നത്, അതിന് പെട്ടകം ഉണ്ടാക്കുന്നില്ല, കയറിക്കോണം. പിന്നെ പിള്ളേര് പറഞ്ഞു പോഷനാണിയാളയോ തലയിൽ കൊച്ചുങ്ങൾ വെള്ളമുക്കി എന്ന് പറഞ്ഞില്ല. വെട്ടിയാത്തി പാലത്തിന്റെ കൈവരി ഇരുന്ന് പെടാമല കൂടുതലും ഓട്ടോയിലും പിള്ളേരിറങ്ങി. കൊച്ചുങ്ങൾ പറഞ്ഞു പോഷനാണിയാളയോ തലയിൽ വല്യപ്പൻ്റെ ഒരെണ്ണ ഇളകി കിടക്കുക. അല്ല ഇയാൾ ഈ പൊട്ടത്തരം എല്ലാം പിടിച്ച് അഞ്ഞുകൊണ്ട് ഭൂമി തയ്യം നനയ്ക്കുമ്പോൾ ഇയാൾ പറയാ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു. പോഷനാണിയാളയോ തലയിൽ നട്ടുച്ചയ്ക്കർത്തരാത്രി വരുമെന്ന് പൊട്ടനല്ല വല്ലോരും പറയുമോ? ഇപ്പൊ കൊച്ചുങ്ങൾ പറയാ, എടാ ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്. ഉറക്കമൊന്നുമില്ലടാ, ചുമ്മാ വായി വരുന്നതല്ല. ചില വല്യമ്മച്ചിമാര് രാവിലെ പാട്ട് പാടുമ്പോ ഈ അനുസരണം കേട്ട കൊച്ചു ഈ തള്ളക്ക് ഉറക്കമൊന്നും, എടാ മുടിഞ്ഞവനെ തള്ള പ്രാർത്ഥിക്കുന്നുണ്ടാണ് നീ തട്ടിപ്പോകാത്ത. നീ ബാണ്ടിലോരുടെ അടി പണ്ട് പിന്നെയും കടന്ന് തള്ളത്തിലാവില്ല. ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്. അതുകൊണ്ട് 1-2 ആവർത്തി എണ്ണ തേച്ചു കുളിച്ചാൽ ചറുവറ പറയുന്നത് മാറും. കണ്ടവർത്തിയോടെല്ലാം മുങ്ങിച്ചാകുമെന്ന് ഇയാൾ തൊണ്ട വിണ്ടുളർന്നാൽ ഉണ്ടാമോ ജലപ്ലാവം? മണ്ടയിൽ തലച്ചോറ് വേണ്ടേ മനുഷ്യനായാൽ കുണ്ടാമണ്ടി വല്ലതും ഉണ്ടാകും. അവര് പറഞ്ഞു ഞങ്ങൾക്ക് ചക്രം ദിവസം തരുന്നവർ ഞങ്ങളൊന്നും കാര്യമാണ്. അതെന്തെങ്കിലും പറയണം. പക്ഷേ ഹാസ്യമാൻ ചരൽക്കല്ല് വാരി എറിയുമ്പോൾ നോഹ ധൈര്യത്തോടെ പറഞ്ഞു വെള്ളം പൊങ്ങും. ഒറ്റയൊരുത്തം വിശ്വസിച്ചില്ല. പക്ഷെ സമയമായപ്പം പെട്ടകത്തിനകത്ത് പിള്ളേരെല്ലാം കൂടെ കയറി. ശുദ്ധിയുള്ളതും ശുദ്ധിയില്ല അതെല്ലാം ഞാൻ പെട്ടകത്തിൽ കയറി. മനുഷ്യകുലത്തിൽ 8 എണ്ണം. നോഹയുടെ ഭാര്യയും 3 ആൺപിള്ളേരും അവരുടെ നോഹിന്റെ തനയനാം യാവത്തും ശേമും ഹാമും. അതുങ്ങൾ 3 ആൺപിള്ളേരെ. നോഹിന്റെ തനയനാം യാവത്തും ശേമും ഹാമും മോഹനഗാത്രികളാം അവർ തൻ ഭാര്യമാരും. അല്ലാതെ അവള് പറഞ്ഞു നിങ്ങളുടെ അപ്പനെ വട്ടാ ഞാൻ എന്റെ വീട്ടിൽ പോകും, അങ്ങനെയാണോ? ഇവിടെ വരുന്നെങ്കിൽ വരുന്നതാണ് നിങ്ങളുടെ അപ്പനെ വളക്ക് കേൾക്കാം ഞാൻ എന്റെ വീട്ടിൽ. ഞങ്ങളെ ഇപ്പം മെസ്സേജ് അയക്കുന്നു വാടിയുന്നു, ഞാൻ കൂടിന്റെ കുടുംബിക്ക് പിടിച്ചെന്റെ. അങ്ങനെ പോകുന്ന പെണ്ണുങ്ങളാണ്. പിന്നെ എണ്ണം പോയി ചാവന്നിരിക്കുന്നത്. മോഹിന്റെ തനയരാം യാവത്തും ജേമും രാമും മോഹനഗാത്രികളാം അവർ തൻ ഭാര്യമാരും നോവിന്റെ പത്നിയും. പിന്നെ വീടിന് കാമങ്ങൾക്ക് കുക്കുര പട്ടി. കുക്കുരം എന്ന് പറഞ്ഞാൽ പട്ടി. പട്ടി പെട്ടകത്ത് കയറി. പാപ്പച്ചൻ ഇതുവരെ കയറിയിട്ടില്ല. പാപ്പച്ചാ നിന്റെ പട്ടി പെട്ടകത്ത് കയറി. പാപ്പച്ചൻ ഇപ്പോൾ പറയാ കയറത്തില്ല, ഞങ്ങൾ പാരമ്പര്യം കാക്കുന്ന ഭക്ഷണം. പാപ്പച്ചാ ഇച്ചിരി കഴിയുമ്പം പാദം നനയാൻ തുടങ്ങും. നീ നിൽക്കുന്ന സ്ഥലത്ത് നനവടിക്കാൻ പോവാ. അത് മേളിൽ നിന്നും താഴെ നിന്നും നനവ് വരും മിക്കവാറും. വീടിന് കാമം നിൽക്കും കുക്കുരം പട്ടി അകത്ത് കയറി. വീടിന് കാമം നിൽക്കും കുക്കുരം മാർജരങ്ങൾ ആടുമാടുകൾ പൂച്ച ഇതിനകത്ത് കയറി. ബുസി പെട്ടകത്ത് കയറി. ബ്ലസി ഇതുവരെ കയറിയിട്ടില്ല. ബ്ലസിയേ നീ വെള്ളം കുടിച്ച് ആകുവേ. നിന്റെ മൊബൈലും വെള്ളത്തിൽ പോകുന്നു, അവളോട് നീയും വെള്ളത്തിലാകുകൊണ്ട് ബുസി കയറിയില്ലെങ്കിലും ബ്ലസി നീ ഇന്ന് രാത്രി
സ്തോത്രം. നിനക്ക് നല്ല അവസരം തരിക ദൈവം. ലോകമായ കപ്പലിത താഴുവാൻ തുടങ്ങുന്നേ, ലോകമായ കപ്പലിത താഴുവാൻ തുടങ്ങുന്നു. ഓ സോദരരെ ഓടി വന്ന് നിങ്ങൾക്കും പ്രവേശിക്കാം. സോദരരെ ഓടി വന്ന് നിങ്ങൾക്കും പ്രവേശിക്കാം. ഓ കപ്പലിൽ ഉറങ്ങിടുന്ന യോനായെ പോലുള്ളവർ, ഓ കപ്പലിൽ ഉറങ്ങിടുന്ന യോനായെ പോലുള്ളവർ, ഓ ഉറങ്ങിടുമ്പോ കർത്താവ് ഇപ്പോൾ വന്നിടും. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്ന് രാത്രി നല്ല അവസരം ദൈവം തരിക. രംഗത്ത് കയറി വീടിന് കാവൽ നിൽക്കും കുക്കുരം മാർജനങ്ങൾ ആടുമാടുകൾ. ആടിനകത്ത് കയറി. അന്നമ്മ ഇതുവരെ കയറിയില്ല. അന്നമ്മ പ്ലാവിലെ ആയിട്ട് ഇപ്പോൾ നടക്കാം. ആട് പറഞ്ഞ് തമിഴ് പ്ലാവിലേക്ക് കുറച്ച് നടക്കാതെ ആട് പറഞ്ഞ അന്നേ അന്നേ നിന്റെ ആടകത്ത് കയറി നീ ഇപ്പോഴും തൊട്ടവാടി തപ്പി നടക്കുക. വീടിന് കാവൽ നിൽക്കും കുക്കുരം മാർജനങ്ങൾ ആടുമാടുകൾ കന്നുകാലികൾ ഇത്യാദിയും കാട്ടിലെ മൃഗങ്ങളാ കേസരി ഹേസരി. കാട്ടിലെ രാജാവിനകത്ത് കയറിയെന്ന്. കാട്ടിലെ മൃഗങ്ങളാ കേസരി എന്താവളം. പാമ്പാടി രാജൻ കയറി. രാജപ്പന് ഇതുവരെ കയറാൻ നടക്കുക. അതെപ്പോഴും മടിയും തോട്ടിയായിട്ട് ആനയെ അവിടെ കൊണ്ടുവന്നിട്ട് തോട്ടി ആനയുടെ കാലെ വെച്ച് അവൻ ചാപ്പിയിരിക്കുക വെള്ളമടിക്കാൻ. ആന പറഞ്ഞിടാ വെള്ളപ്പൊക്കം വരിക, വെള്ളമടി നിർത്തിയേച്ച് അവനിപ്പോഴും വീശുക. കാട്ടിലെ മൃഗങ്ങളാം കേസരി ദന്താവളം കാട്ടുപോത്തുക്കൾ കരിമ്പുലിക്കോലവും ശാർമൂലശീലമാം പുള്ളിപ്പുലിനാലവും അത്യമർത്യരൂപികൾ തുള്ളിയോടും പുള്ളിമാരുടെ മുള്ളം പന്നി വള്ളി കമ്പക്കൽ നടത്തും കരിമന്തി. കരിമന്തി വരെ ഇതിനകത്ത് കറിയാച്ചന് ഇതുവരെ കയറാതെ പിന്നെ നടക്കില്ല. കരിമന്തി കയറി കറിയാച്ച. തത്തകൾ പലതരം ഞാറകൾ. തത്ത ഇതിനകത്ത് കയറി. വീട്ടാമ്മ ഇതുവരെ കയറിയിട്ടില്ല. വീട്ടാടെ തത്തയകത്ത് കയറി അവിടെ ഇപ്പോഴും പഴമായിട്ടാണ് തത്തയ്ക്ക്. തത്തകൾ പലതരം ഞാറകൾ കുളക്കോടി വരെ ഇതിനകത്ത് കയറി. കളിക്കല്ലേ അമ്മാമ്മ ഇതുവരെ കളിക്കല്ലയാ തള്ള കുളക്കോടി കയറി ഇതിനകത്ത്. നീ കളിക്കലയാന്ന് പറഞ്ഞു. തത്തകൾ പലതരം ഞാറകൾ കുളക്കൊടും നത്തൊടുമണ്ണാൻ മരം കൊത്തിയും വേഴാമ്പലും ഇത്യാദി പക്ഷികളും ഇതെല്ലാം അകത്ത് കയറി. ഞാൻ വിസ്തരിക്കുന്നത് നിർത്തുക. ഈ വെള്ളപ്പൊക്കം ഹാനോക്ക് ആത്മാവിൽ കണ്ടു. അതാണ് പ്രവചിച്ചത്. വെള്ളപ്പൊക്കം വരുന്നു. 2,000 വിശുദ്ധന്മാരുമായിട്ട് യേശു വരുന്നു. ഇത് ഹാനോക്ക് ആത്മാവിൽ കണ്ടു. എനിക്ക് ഈ ഭാഗമൊക്കെ അടുക്കടുക്കായിട്ട് വേറെ വാദ്യങ്ങളൊക്കെ ചേർത്ത് കോർത്ത് എനിക്ക് പ്രസംഗിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും വേണം. പക്ഷെ ഞാൻ ഇന്നങ്ങ് അടങ്ങുക. ദൈവത്തിന് പറയുന്നില്ല അങ്ങ് അടങ്ങുകയല്ല, അങ്ങ് ഒതുങ്ങുക. അല്ല ഇപ്പൊ എന്താ ചെയ്യാൻ. അപ്പൊ ഹാനോക്ക് ആത്മാവിൽ കണ്ട പ്രവചനം ഇതാ. ഒന്ന്, നോവയുടെ കാലത്ത് ആ പ്രവചനം വെള്ളപ്പൊക്കം. ഇത് ആത്മാവിൽ കണ്ടു. ഇനി ഇടയ്ക്ക് കയറി ഒരു കാര്യം പറയാം. ചിലര് ചെറുപ്പത്തിൽ മരിക്കുമ്പോ ചിലര് പറയും അയ്യോ ഇത്ര ചെറുപ്പത്തിൽ. ഹാനോക്ക് ആയുസ് എത്ര ഉണ്ടായിരുന്നു? 300. അയാളുടെ അപ്പനോ 900. ഉറക്കെ പറഞ്ഞേ 967. മകനോ? ഹാനോക്കിന്റെ മോനെ ഹാനോക്കിന്റെ മകനാ 969. മധൂശലേക്ക്. ഹാനോക്കിന്റെ അപ്പന്റെ ആയുസാ ഞാൻ ആദ്യം ചോദിച്ചേ. 962. ഹാനോക്കിന്റെ അപ്പന് 962, മകന് 969. ഹാനോക്കിനോ? അപ്പനും ദീർഘായുസ് ഉണ്ടായിരുന്നു, മകനും ദീർഘായുസ് ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് 365. എന്തിനാ ഒത്തിരി കൊല്ലം ജീവിച്ചു ഇവിടെ വെള്ളം കുടിച്ചിരിക്കുന്നത് നല്ലത്.
പിണ്ണതല്ലോ മോനെ നീ പോലും വെച്ചിട്ട് എല്ലാം വിളിച്ചാൽ മതി എണ്ണ അസനാനുഷ്ഠാതി അവിടെ കിട്ടുമോ ഒക്കെ ഇച്ചിരി ആസ്ഥാനി പൊടിയും കൂടെ തിരക്കാത്തതാണ് അങ്ങ് നെറുക പോലെയും ഉമ്മ മെനക്കേടായിട്ടിരിക്കാതെ ഉളവഴം പിണ്ണതയിലും എല്ലാം തൂത്ത് ആ 365 വർഷമേ ജീവിച്ചുള്ളതിന് കാണേണ്ടതെല്ലാം കണ്ടേച്ചാ പോയതല്ലോ അങ്ങ് നേരെ എടുക്കുകയല്ലായിരുന്നു. അപ്പന് ദീർഘായുസ് ഉണ്ടായിരുന്നു, മകനും ദീർഘായുസ. പുള്ളി 365 ഹാനോക്കിരുന്നുണ്ടെങ്കിൽ എത്ര കൃത്യമായിട്ട് കണ്ടത് എന്നതാ. 1000 വിശുദ്ധന്മാരുമായിട്ട് കർത്താവ് വരും. എനിക്കങ്ങ് പറയാനിട്ടും അങ്ങ് ഇഷ്ടം വരുന്നു എന്നതാണോ എനിക്ക്. 1000 വിശുദ്ധന്മാരുമായിട്ട് യേശു വരുന്നെന്ന്. ഈ വരവ് ഏതാന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിന്റെ 2ാം വരവിന്റെ 2ാം ഘട്ടമാണ്. 1ാം വരവ് എപ്പോഴായിരുന്നു ചോദിച്ചാൽ കന്യാസൂനമായി ഭൂമിയിൽ വന്നത്. എന്തിന്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. വരുത്തി ക്രൂശിക്കണമെന്ന് പറഞ്ഞു നിവൃത്തിയായി വിശ്വസിക്കുന്നവർക്ക് അത് ഏറ്റെടുക്കാം. ഒടുവിൽ അവിടുന്ന് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ബഥാന്യോളം കൂട്ടിക്കൊണ്ടുപോയി അന്ത്യകൽപ്പന കൊടുത്തേച്ചവര് നോക്കി നിൽക്കുമ്പോൾ യേശു മേപ്പോട്ട് പോയി ഒരു മേഘം വന്ന് മൂടി അവിടുന്ന് മറച്ചു. മറഞ്ഞിട്ടും കണ്ണ് വെട്ടിക്ക് അരിമ വെട്ടിക്കാനും ശിക്ഷവൃന്ദങ്ങൾ മേപ്പോട്ട് നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാര് വന്ന് പറയുക, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നവരായി നിങ്ങൾ കണ്ടതുപോലെ വീണ്ടും വരുമെന്ന്. 2ാമത്തെ വരവിന് 2 ഘട്ടമാണ്. അതിങ്ങനെ സാധാരണ ഒന്ന് മേഘപ്രത്യക്ഷതയും 2 മഹത്വ പ്രത്യക്ഷത. ആ മഹത്വ പ്രത്യക്ഷതയാ ഹാനോക്ക് കണ്ടത്. മേഘപ്രത്യക്ഷത പൗലോസ് കൃത്യമായിട്ട് പറഞ്ഞു, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സത്യമയനിലോ നിത്യപിതാവിലോ സത്യമയനിലോ നിത്യപിതാവിലോ സത്യമായി വിശ്വസിപ്പി സന്തതവും നിങ്ങൾ ചിത്തം കലങ്ങിടുള്ള പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടുള്ള പോയി വരും ഞാൻ. പോയി വരും ഞാൻ നിന്റെ ചിത്തം കലങ്ങിടുള്ള പോയി വരും ഞാൻ. അതുപോലെ മേഘപ്രത്യക്ഷതയും മഹത്വ പ്രത്യക്ഷതയാകാനോക്ക് കണ്ടത്. മഹത്വ പ്രത്യക്ഷത ഏതാന്ന് ചോദിച്ച 2ാം വരവിന്റെ 2ാം ഘട്ടമാണ്. ആദ്യത്തെ ഘട്ടം ഭൂമിയിലേക്ക് വരത്തില്ല. മധ്യാകാശം നോക്കി ആ പ്രയോഗം ഇനിയിപ്പോ നമ്മള് സമയം അളന്ന് ഒരു അടി ഉണ്ടാക്കുമൊന്നും വേണ്ട. എന്തായാലും ഭൂമിയിലോട്ട് വരത്തില്ല. കാഹളം ധ്വനിക്കും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യം ഉയർത്തും, മുൻഗണന അവർക്കാ. പിന്നെ 2 ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം എന്ന് പറഞ്ഞാൽ എന്തുവാ? രൂപാന്തരം കാര്യമായിരിക്കും. ഏതവസ്ഥക്ക്? ഈ രൂപം അത്ര നല്ലതല്ലെന്ന്, നമ്മുടെ ഈ ഷെയ്പ്പ് അത്ര നല്ലതല്ല. നിങ്ങൾക്ക് പറയാം. എത്ര നേരം ഒരുങ്ങിയ ഈ പരുവത്തിനെങ്കിലും ഒപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇല്ലേ? എന്നിട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? അമ്മാമെ ഒത്തോ അമ്മാമെ നമ്മ പറഞ്ഞു ഇച്ചിടെ വലിച്ചു മനസ്സിലാകുന്നില്ലേ? ഈ രൂപം അത്ര നല്ലതല്ലെന്ന്. അതിന്റെ കറുത്തതെല്ലാം വെളുപ്പിക്കുകയും ലിപ്റ്റിക് ഇടുകയും പിരിയാൻ പഠിക്കുക, അത് ഇത് അന്നും ഇന്നും എല്ലാം കാണിച്ചു. രൂപം ശരിയല്ല. ഒപ്പിക്കുക, രൂപം ഒപ്പിക്കുക. ഈ ചുരിദാർ അങ്ങനെ ഉണ്ട്. നിന്റെ തൊലിയായിട്ടത്ര അതാണ് എനിക്കും തോന്നുന്നു. അത് ഞാൻ ഒന്നേ ഇട്ടോളൂ. പിന്നെ എങ്ങനെയുണ്ട്? കുമിക്കരി പോലെ കുഴപ്പമില്ല. എത്ര കട്ടി വേണ്ട ബാബു. ഇനിയും മടിക്കും പാടാതെ. നമ്മുടെ ഈ രൂപം അത്ര നല്ലതല്ലെന്ന് നമുക്ക് പറയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ നിരാശപ്പെടേണ്ട. കാര്യം അങ്ങോട്ട് നിൽക്കുമ്പോൾ ഈ രൂപം ഒന്ന് മാറും. പക്ഷേ മരിച്ചവരൊരു എങ്ങനെ വരുമെന്ന് വേദന ശരീരത്തോടെ വരുമെന്ന് ചോദിക്കുന്നു. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ലായെങ്കിൽ തരിയായിരിക്കുന്നു. വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ മണികളത്ര ദൈവമോ ഓരോന്നിന് ആറ്റത്തിന്റെ ശരീരം കൊടുക്കുന്ന സകല മാംസം ഒരുപോലുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, അന്ധകാരികളുടെ മാംസം വേറെ, മനുഷ്യരുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ. ഭൗമ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്. ഭൗമശരീരങ്ങളുടെ തേജസ് വരെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വരെ, സൂര്യന്റെ തേജസ് വരെ, ചന്ദ്രന്റെ തേജസ് വരെ, നക്ഷത്രങ്ങളുടെ തേജസ് വരെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാനവും
നോക്കണം. എന്റെ ഔറാച്ച എനിക്ക് വെളുക്കുന്നിടം വരെ പറയാൻ തോന്നുക. മണ്ണിൽ മൗനമുറങ്ങൂ തന്റെ വിശുദ്ധ എല്ലാ നിമിഷവും. മണ്ണിൽ മൗനമുറങ്ങൂ തന്റെ വിശുദ്ധ എല്ലാ നിമിഷവും. കാകള ധ്വനികൾ കാകള ധ്വനികൾ കാകള ധ്വനികൾ കാകള ധ്വനികൾ ഉയർത്തിടും തിരുമുഖം കാണാൻ. തടികളുടെ ഉയർത്തിടും തിരുമുഖം കാണാൻ. അവൻ കാരണം എനിക്ക് ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം മരിക്കും ജീവനിലേക്ക് വിശുദ്ധന്മാർ രൂപാന്തരം. രണ്ടു കൂട്ടരും കൂടെ ഒന്നിച്ച് അങ്ങോട്ട് എതിരേക്കും കർത്താവിനെ. അങ്ങനെ എതിരേറ്റ് സ്വർഗത്തിലോട്ട് ചെല്ലും. സ്വർഗത്തിൽ ചെന്ന ഉടനെ എന്നാ മാമേ പ്രോഗ്രാം? സ്വർഗത്തിൽ ചെന്ന ഉടനെ ഇവിടെ തള്ള പറഞ്ഞു എന്നാ ഉടനെ ആരാധന. ഞാൻ പറഞ്ഞു പിന്നെ ഇവിടെ ഒന്നും തലവില്ല, അവിടെ ചെന്നിട്ട് വേണം അമ്മയ്ക്കൊന്ന് ഇവിടെ നിന്ന് തള്ള ഇരുന്ന് ഉറങ്ങുക. ഞാൻ അവിടെ ചെന്നിട്ട് വേണം. വളംകളക്കാരി മോള് പറഞ്ഞു എന്നാ ഉടനെ കല്യാണമാണ്. അവളെ രണ്ട് കെട്ടിയതാ. പിന്നെ ആഗ്രഹമാണ് രണ്ട് കെട്ടി. രണ്ട് ഭർത്താവിനെയും 4 മണിക്ക് അടിച്ച് അവൻ കനാലിൽ പോയി. അവൾ പിന്നെയും പറയാ എന്നാ ഉടനെ മട്ടുപിടിച്ചതിനൊക്കെ. എടാ ചെന്ന ഉടനെ ആരാധനയും കല്യാണമല്ല, ചെന്ന ഉടനെ ന്യായവിധിയാണ്. സ്വർഗത്തിൽ ചെന്ന ഉടനെ അവൻ ഞങ്ങളുടെ ഒരു ബാബുക്കുട്ടി വെച്ചു പിന്നെയും പ്രശ്നമാണോ? അതാണ് വിഷയം. പിന്നെയും പറയും. അത് എന്ത് കഷ്ടപ്പെട്ട ഒന്ന് കുടിക്കാനൊക്കത്തില്ല, വലിക്കാനൊക്കത്തില്ല, ഈത പറയാൻ അറിയാനായിട്ടല്ല. അറിയാവുന്ന ആൾക്കാർ പിന്നെ പറയാത്ത തന്നെ ചോദിച്ചാൽ കാകളെന്ന് ഇരിക്കുമ്പോൾ പോണം. ഞങ്ങളുടെ സമയം വന്നൊരു തള്ള പറഞ്ഞത് എന്റെ നല്ല ഫസ്റ്റ് ക്ലാസ് തെറിയുണ്ടെന്ന്. ഞാൻ പറഞ്ഞു തള്ള ഇവിടെ വന്ന് മുന്നിപ്പോകരുത്. എന്റെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു എന്റെ നല്ല ഫസ്റ്റ് ക്ലാസ് തെറി. ഞാൻ പറഞ്ഞു ദൈവത്തിന് കുറച്ചുകൂടെ ഫസ്റ്റ് ക്ലാസ് തെറി. അപ്പൊ കുടിക്കാനൊക്കുന്നില്ല, വലിക്കാനൊക്കുന്നില്ല, അടിപിടിയോട്ടാകാൻ ഒക്കുന്നില്ല, ലോകക്കാർ നടക്കുന്ന പോലെ നടക്കാനൊക്കുന്നില്ല. എന്തെല്ലാം കഷ്ടത് പീടെ നിന്നെയൊക്കെ സഹിച്ച അങ്ങോട്ടൊന്ന് പോകുന്നത്. അപ്പൊ പറഞ്ഞ പിന്നെ അവിടെ ന്യായവിധി. അതാ ബാബുട്ടി പിന്നെയും പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു ബാബുട്ടി ഈ ന്യായവിധി എന്ന് പറഞ്ഞ പ്രശ്നമല്ല, ന്യായമായ വിധി എന്നേ ഉള്ളൂ. അതെങ്ങനാ? ഞാൻ പറഞ്ഞു ബാബുട്ടി അവിടെ കൊണ്ടു നിർത്തും. രക്ഷിക്കപ്പെട്ട അന്ന് വരെയുള്ള മുഴുവൻ പാപവും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ക്ഷമിച്ചു. എന്നാൽ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ കാകളം തൊട്ട് എടുക്കപ്പെടുന്നത് വരെ ചെയ്ത തെറ്റുകളോ കുറ്റങ്ങളോ സംസാരത്തിലോ പ്രവൃത്തിയിലോ വാക്കിലോ ഇടപാടിലോ കൊടുക്ക വാങ്ങലൊക്കെ വന്നു പോയത് ന്യായം വിധിക്കും. അത് വെളിപ്പെടുത്തും. വെളിപ്പെടുത്തും. ഉത്തരവും തുലാവും പൊടി പമ്മിപ്പോയ ഓട്ടോയുടെ നമ്പര് പഴയ സിംഗാർഡ് പൊടിച്ച് നീ കളഞ്ഞെങ്കിലും സിംഗാർഡ് അവിടെ വരും. പിന്നെ നീ വേറെ കാർഡ് എടുത്ത് പക്ഷെ സൂക്ഷിച്ച് അവിടെ വരും. പഴയ കാർഡ് ഒരു കാക്കുട്ടി അല്ലെ പഴയ അതിനകത്ത് വന്ന കോള് മിസ് കോള്, നീ സൂസൻ അയച്ച മിസ് കോള്, അവിടെ കാർഡ് സിംഗാർഡ്. സ്നാനപ്പെട്ടിട്ടുള്ളവരും സ്നാനപ്പെട്ടിട്ടുള്ളവരും പാചകം ചെയ്തവരും വരും. എല്ലാവരും സിംഹാസന പുസ്തകമായി വരുന്നത്. രാജരാജൻ സിംഹാസന പുസ്തകമായി ശബ്ദം കാരണം എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആണ്. പിന്നെ കൂടി ഏതായാലും യോഗം തരിക. എന്നാ പിന്നെ തോട്ടത്തിലെ ജനന്മാർ കങ്കാണിമാർ റൈറ്റർമാരും വരുമേ. തോട്ടത്തിലെ ജനന്മാർ കങ്കാണിമാർ റൈറ്റർമാരും വരുമേ. കള്ളവേല ചെയ്തു കൂലി വാങ്ങിച്ചൊരു കള്ളവേല ചെയ്ത് നീ വാങ്ങിച്ചോ കൂലിയും മോഷ്ടിച്ച ഏജന്മാർ വരും. രാജരാജൻ സിംഹാസന പുസ്തകമായി പുസ്തകങ്ങൾ വളർന്ന അവൻ ഞാൻ ബാബുക്കുട്ടിയോട് പറഞ്ഞു എല്ലാം വെളിപ്പെടുത്തുന്നത്. അവൻ ചോദിച്ചു എല്ലാം വെളിപ്പെടുന്നു, എല്ലാം വെളിപ്പെടും. പിന്നെ അവൻ ചോദിക്കുക ഞങ്ങളുടെ റോസമ്മ കാണുന്നു. അവൻ അതാ വിഷയം, വെളിപ്പെടുന്നതല്ല വിഷയം. ഇതെല്ലാം റോസമ്മ
പിന്നെ അവന്റെ മനോഗതി മനസ്സിലാക്കി പറഞ്ഞു, ബാബുക്ക് റോസമ്മയെ കാണിക്കരുത്. സ്തോത്രം, എനിക്ക് അതറിഞ്ഞാണ്. എന്തായാലും കൊള്ളാം. ന്യായവതി കഴിഞ്ഞ് നിനക്ക് പ്രതിഫലം തന്ന് കൂടെ കല്യാണ വസ്ത്രമൊക്കെ ഉണ്ട്. എന്റെ കല്യാണം വെളിപ്പാട് 19:7 നാം സന്തോഷിച്ച് ഉല്ലസിച്ചവന് മഹത്വപ്പെടുന്ന കുഞ്ഞാടിന്റെ അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണ്ണ ചിത്രത്തയ്യുള്ള പിന്നെ പാട്ട് വരുന്ന എന്നാ ചെയ്യാനാണ്. ചന്ദ്രമേറും ശോഭാമൂലം അന്തപുരത്തിലെ രാജ്ഞി, ചന്ദ്രമേറും ശോഭാമൂലം അന്തപുരത്തിലെ രാജ്ഞി, ചന്ദ്രമേറും ശോഭാമൂലം അന്തപുരത്തിലെ രാജ്ഞി, ചന്ദ്രമേറും ശോഭാമൂലം അന്തപുരത്തിലെ രാജ്ഞി, ചന്ദ്രമേറും ശോഭാമൂലം എന്തോ പൊൻകസവു കൊണ്ടു നെയ്തര എന്തു പരിപൂർണ്ണയമവൾ അണിയും വസ്ത്രം പൊൻകസവു കൊണ്ടു നെയ്തര. അപ്പോ ഈ വസ്ത്രമൊക്കെ ധരിച്ച് കല്യാണം കഴിഞ്ഞ് അവൻ താഴോട്ടൊരു വരമുണ്ട്. അതാണ് മഹത്വ പ്രത്യക്ഷത. ആ മഹത്വ പ്രത്യക്ഷതയാ ഹാനോക്ക് കണ്ടത്. 1000 വിശുദ്ധന്മാരുമായി വരുന്നു. ആ മഹത്വ പ്രത്യക്ഷതയാണ് വെളിപ്പാട് പുസ്തകം 1-7. ആ മഹത്വ പ്രത്യക്ഷതയാണ് വെളിപ്പാട് പുസ്തകം 19:11 മുതൽ താഴോട്ട്. ആ മഹത്വ പ്രത്യക്ഷതയാ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 3:13 വിസ്തരിക്കുന്നില്ല. 1000 വിശുദ്ധന്മാരുമായിട്ട് കർത്താവ് വരുന്നത്. ഒറ്റ വാക്കി പറഞ്ഞാൽ നിർത്താതെ ഓക്കുവോള് യേശു ക്രിസ്തുവിന്റെ 1-ാം വരവിനെ പറ്റി പോലും ആരും കാണാതെയും അറിയാതെയും പറയാതെയും ഇരുന്നപ്പോൾ യേശു ക്രിസ്തുവിന്റെ 2-ാം വരവിന്റെ 2-ാം ഘട്ടം ഹാനോക്ക് ആത്മാവിൽ കണ്ടു. കാണാൻ കാരണം എന്നാണെന്നറിയാമോ? ഒറ്റ വാക്ക് പറയാ, 300 കൊല്ലമാ ദൈവത്തിന്റെ കൂടെ നടന്നത്. ഇന്ന് രാത്രി ഈ ദുഃഖലോകത്തിൽ, പാപലോകത്തിൽ, അക്രമമുള്ള അനീതിയുള്ള ഈ ലോകത്തിൽ ഈ സത്യദൈവത്തെ പഠിച്ചും നിത്യജീവനെ പ്രാപിച്ചും ദൈവത്തോട് കൂടെ നടന്ന അവൻ നിനക്ക് രക്ഷയുണ്ട്, നിനക്ക് വിടുതലുണ്ട്. ദൈവം നിന്നെ ഉപയോഗിച്ചു. ഒടുവിൽ ശത്രുവിന്റെ കയ്യിൽ അകപ്പെടുത്താതെ ദൈവം നിന്നെ എടുത്തു തള്ളും. ഈ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് ചേരും. ഇന്ന് രാത്രി എല്ലാവരും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും അല്പസമയങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. യേശു വരാറായി, യേശു വരാറായി. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവർ വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷപ്പെടും. ചില താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. വെളിപ്പാട് 7 വായിക്കുന്നത്, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. യേശു വരാറായി. അല്പസമയങ്ങളിൽ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ആ മുമ്പേ പാടിയ പഴയ പാട്ടിന്റെ ചരണങ്ങൾ കൈയടിച്ച് ചേർന്ന് ഏതാനും സമയം പോയി. എനിക്ക് എന്നിട്ട് 2 ചപ്പാത്തി കഴിച്ച് കയറി കിടക്കാനല്ലേ. എന്നാ പിന്നെ 2 പാട്ടൂടെ പാടിയിട്ടങ്ങ് പോകാം. ദൈവത്തിന് മഹത്വം. ഏതായാലും നല്ല കൂട്ടാനൊന്നും ചിലർക്ക് കഴിക്കാൻ മേല. ആ ഉണക്ക ചപ്പാത്തി, പിന്നെ എന്തുവാ, പിന്നെ നമ്മുടെ പാവയ്ക്ക മെഴുക്കപ്പതില്ല, അതിന് എണ്ണ തീയൽ വെക്കത്തില്ല. അത് തേന വറുത്തരച്ചടാ, ചുമ്മാ ഉപ്പി പറ്റിച്ച് കുഞ്ഞിനെ അടിച്ചു വെച്ചിരിക്കുക. അപ്പൊ പിന്നെ ഏതായാലും ഇതൂടെ കേട്ട്, ഇത് രുചി തരുന്നതാ. ഇതൂടെ കേട്ട് ബലപ്പെട്ട് ഇന്ന് രാത്രി നമുക്ക് പിന്നെ എല്ലാവരും അല്പസമയം ദൈവത്തെ ശ്രദ്ധിക്കാം. കൈയടിച്ച് ചേർന്ന് കൈയടിച്ച് മൗനമുറങ്ങോ തന്റെ വിശുദ്ധ എല്ലാം
ബഹുമാനരായ നാട്ടുകാരെ, സമീപവാസികൾ, ഈ പന്തലിലായിരിക്കുന്ന ദൈവമക്കൾ, ആദരണീയ കർത്തൃദാസന്മാർ, എല്ലാവർക്കും നന്ദി. ക്ഷണിച്ചതിനും ഇങ്ങനെ ശുശ്രൂഷിക്കാൻ അവസരം ലഭിച്ചതിനും ദൈവത്തിന് നന്ദി, ക്ഷണിച്ചവർക്കും നന്ദി. 2 മിനിറ്റ് കൂടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ആവതുള്ളവരെ എഴുന്നേക്കാവൂ, അല്ലാത്തവരിയ്ക്കാം. 2 മിനിറ്റ് ഇറങ്ങി പോകരുത്, എഴുന്നേറ്റ് നിൽക്കണം. ഒക്കുന്നവരെ ആ 2 കരങ്ങൾ ഉയർത്തി വീശി അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. അല്പസമയം എന്നേക്കും എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. ദൈവത്തിന്റെ